ദൈവത്തിന് സ്തോത്രം. വചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസം ഒരു 4-5 ആഴ്ച കൊണ്ട് നമ്മൾ ആലോചിച്ച ഒരു വചനമാണ്. അനേകർ ആരംഭത്തിൽ കർത്താവിനെ കണ്ടുമുട്ടി, കർത്താവിനെ സ്വീകരിച്ചു, ആരാധിച്ചു. അനേകർ എന്ത് ചെയ്തു? അവസാനം കർത്താവിൻ്റെ സന്നിധിയിൽ വചനം ധ്യാനിക്കുമ്പോൾ ആരംഭവും കൊള്ളാം, അവസാനവും കൊള്ളാമായിരുന്നു. അവർ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി, ആരാധനയോടെ മുന്നോട്ട് പോയി, വിശുദ്ധിയോടെ മുന്നോട്ട് പോയി, ദൈവ ഭയത്തോടെ മുന്നോട്ട് പോയി, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അവസാനം വരെ കർത്താവിൽ മുറുകെ പിടിച്ചു, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കയറിപ്പോയി. ദൈവത്തിന് സ്വതന്ത്രം. എന്നാൽ അനേകര് കർത്താവിലേക്ക് ഇറങ്ങിത്തിരിച്ചു, ശക്തിയൊക്കെ പ്രാപിച്ചു, ബലം പ്രാപിച്ചു, അഭിഷേകം പ്രാപിച്ചു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് പാപത്തിൻ്റെ കണികകൾ കടന്നു വന്നു. ദൈവം പറഞ്ഞ അരുതരുത് എന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം സ്വീകരിക്കാൻ ഇടയായിത്തീർന്നു. അത് മുഖാന്തരം പിന്നത്തേതിൽ നഷ്ടമാകാൻ ഇടയായിത്തീർന്നു. നമുക്കറിയാം, ശലോമോനെ നോക്കുമ്പോൾ ശലോമോന്റെ ജീവിതത്തിനകത്ത് ഭയങ്കര ഇതായിരുന്നു. ആരംഭത്തിൽ ആ പ്രാർത്ഥനയൊക്കെ പള്ളിക്കകത്ത് നടക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്നു, ദൈവ തേജസ് ഇറങ്ങി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി, ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങി. ആലയം നിറഞ്ഞു, പുക കൊണ്ട് നിറഞ്ഞു. ആരാധിക്കാൻ കഴിയാത്ത വിധം ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ തേജസ് കൊണ്ടങ്ങ് മൂടപ്പെട്ടു, ദൈവ സാന്നിധ്യം കൊണ്ട് മൂടപ്പെട്ടു. ആമേൻ. ആരംഭം കൊള്ളായിരുന്നു, പ്രാർത്ഥന കൊള്ളാമായിരുന്നു, ദൈവത്തെ സ്തുതിക്കുന്നത് കൊള്ളാമായിരുന്നു, യാഗ അർപ്പണങ്ങൾ കൊള്ളാമായിരുന്നു. കർത്താവിന് വേണ്ടി നിലനിന്ന ആ ഒരു ദൈവഭക്തൻ ചില നാളുകൾ കഴിയുമ്പോൾ തൻ്റെ ഭാര്യമാർ തന്നെ വശീകരിച്ചു. ദൈവം പറഞ്ഞത് ചെയ്യരുത് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് തൻ്റെ ചിന്തകൾ പോയി, ജീവിതം പോയി. അവസാനം തൻ്റെ ഭാര്യമാർ തന്നെ കൊണ്ടുവന്ന് വിഗ്രഹത്തിൻ്റെ മുൻപിലാക്കി. അവസാനം ഒരു വിഗ്രഹ സേവയുള്ള ഒരാളായി മാറി. കർത്താവിനെ സങ്കടപ്പെടുത്തി, കർത്താവിനെ ദുഃഖിപ്പിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ ചിന്തിച്ചു, ശമൂവേലിൻ്റെ ആരംഭം കൊള്ളായിരുന്നു, സെന്റർ കൊള്ളായിരുന്നു, അവസാനം കൊള്ളാമായിരുന്നു. ഒരു വിശ്വസ്തനായി ക്രിസ്തുവിന് വേണ്ടി നിന്നു, അവസാനം വരെ പോരാടി, കർത്താവിൻ്റെ മഹത്വമായി മാറി. കഴിഞ്ഞ നാളുകൾ നമ്മൾ ചിന്തിച്ചു, സ്വത്രം ശൗൽ എന്ന രാജാവ്, ആ ശൗൽ രാജാവിൻ്റെ ആരംഭം കൊള്ളാമായിരുന്നു. ജനം പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ജനം പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അങ്ങനെ സ്വത്രം ഏറ്റവും പൊക്കമുള്ള ഒരു മനുഷ്യനായിരുന്നു ആര്? ശൗൽ എന്ന മനുഷ്യൻ. അയാളെ കർത്താവ് പറഞ്ഞു അയാളെ തിരഞ്ഞെടുക്കാൻ. അയാൾ പൊക്കമുള്ളവനായിരുന്നു. അയാൾ ഒളിച്ചിരുന്നു. ആ ഒളിച്ചിരുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം, ഹല്ലേലൂയ, ആമേൻ, പറഞ്ഞു അവൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുകയാണ്. ദൈവം പറഞ്ഞ അനുസരിച്ച് ഇവനെ കൊണ്ടുവരികയും ഇവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. എന്നാൽ ആരംഭം കൊള്ളാമായിരുന്നു. പിന്നത്തേതിൽ അങ്ങോട്ട് തുടരെ പോകുമ്പോൾ ആദ്യമൊക്കെ ദൈവസ്നേഹം ഉണ്ടായിരുന്നു, ദൈവകൃപ ഉണ്ടായിരുന്നു, ദൈവശബ്ദം കേട്ടു, ദൈവസാന്നിധ്യം അനുഭവിച്ചു, ദൈവിക സമാധാനം അനുഭവിച്ചു, ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞു. അവസാനം പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം, വെളിച്ചപ്പാടത്തികളെ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യിപ്പിച്ചു ആ മനുഷ്യൻ. ആദ്യം വെളിച്ചപ്പാടത്തികളായിട്ടുള്ള ഒരു ബന്ധവുമില്ലാതെ അവിടെ വെളിച്ചപ്പാടത്തികളോട് ആലോചന ചോദിക്കാൻ ആർക്കും പോകാൻ പാടില്ല. വെളിച്ചപ്പാടത്തികളെ മൊത്തം ആ ദേശത്ത് നിന്ന് തുരത്തി മാറ്റി. അങ്ങനെ ഇരുന്ന ഈ മനുഷ്യൻ അവസാനം വെളിച്ചപ്പാടത്തിൻ്റെ അടുത്ത് തിരിച്ചുപോയി. കണ്ടോ? വെളിച്ചപ്പാടത്തിൻ്റെ അടുത്ത് ചോദിച്ചറിയാൻ വേണ്ടി തിരിച്ചുപോയി. ആരംഭമൊക്കെ നല്ല പവർഫുൾ ആയിരുന്നു. ആരാധിച്ചു, സ്തുതിച്ചു. കർത്താവല്ലാതെ യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. അതുകൊണ്ടാണ് സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്, സ്തോത്രം, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആദ്യ സ്നേഹത്തിൽ എങ്ങനെയായിരുന്നു ഈ മനുഷ്യൻ? ദൈവത്തോട് പറ്റി നടന്നു, വെളിച്ചപ്പാടത്തികളെല്ലാം ക്യാൻസൽ ചെയ്തു, അവരാ ദേശത്ത് നിന്ന് തുരത്തി ഓടിച്ചു. സ്തോത്രം. ദൈവഹിതമല്ലാത്ത എല്ലാത്തെയും ക്യാൻസൽ ചെയ്തു. എന്നാൽ ചില ദിവസം കഴിയുമ്പോൾ ദൈവകൃപ നഷ്ടപ്പെട്ടു. പിന്നെ സ്തോത്രം, ദൈവത്തോടു കൂടി നടക്കും, സാത്താൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. പിന്നത്തേതിൽ സ്തോത്രം സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തിയാടാൻ തുടങ്ങി. പിന്നത്തേതിൽ നോക്കുമ്പോൾ അതേ സ്തോത്രം, ഹല്ലേലൂയ, ശൗൽ എന്ന ആ മനുഷ്യൻ വീഴാനിടയെ തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ രാജാവ് വീഴാനിടയെ തീർന്നു. അവസാനം നോക്കുമ്പോൾ ദയനീയമായ അന്തരീക്ഷമായിരുന്നു. ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവസാന അധ്യായങ്ങൾ നടന്ന സംഭവങ്ങൾ, ഹല്ലേലൂയ, ആരംഭം കൊള്ളാമായിരുന്നു, അവസാനം വളരെ ദയനീയ രീതിയിൽ അവസാനിച്ചു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ ഒരുപാട് ഭക്തന്മാരുടെ
ആരംഭം കൊള്ളായിരുന്നു, അവസാനം വളരെ ദയനീയ അവസ്ഥയിൽ സമാപ്തിയിലേക്ക് എത്തുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ അനേകരുടെ ആരംഭവും കൊള്ളാം, സെന്ററും കൊള്ളാം, അവസാനം കൊള്ളാം. അവർ നോക്കിയത് മനുഷ്യനെ അല്ല, ദൈവത്തെ നോക്കി ഇറങ്ങിയവനെ തകർക്കാൻ. ആരൊക്കെ പറയും യേശുവിനെ നോക്കി ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ? ജീസസ്, നിങ്ങൾക്ക് ആരൊക്കെ കർത്താവിനെ സ്തുതിക്കും? യേശുവിനെ നോക്കി ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ തകർക്കാൻ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഏതൊരു ശക്തിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഒരാൾ പറഞ്ഞിട്ട് ഇറങ്ങിയെങ്കിൽ പോകാണ്. എന്നാൽ യേശുവിനെ കണ്ടൊരുത്തൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, യേശു ഒരാളിനെ പിടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അവനെ തകർത്ത് തള്ളിക്കളയാൻ, അവനെ ഉടച്ചു കളയാൻ, അവനെ നശിപ്പിച്ച് കളയാൻ. ഹല്ലേലൂയ. ആർക്കും ഈ ലോകത്തിലുള്ള ആർക്കും ഹല്ലേലൂയ, ആമേൻ. യേശു അപ്പച്ചനാണ് വിളിച്ചതെങ്കിൽ പട്ടുകാരൻ പാടി, എല്ലാറ്റിലും മേലായി ഒരേ ഒരു നാമം, ഇല്ല മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിട ഇണയില്ല നാമം. ആ നാമത്തെ കണ്ടൊരുത്തൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഈ ലോകത്തിലുള്ള ആരെല്ലാം വന്ന് തകർക്കാൻ നോക്കിയാൽ ആ വ്യക്തിയെ തകർക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനെ കണ്ടാൻ ഇറങ്ങിയെങ്കിൽ, മറ്റൊരാളിൻ്റെ പ്രാർത്ഥന കണ്ടാണ് ഇറങ്ങിയതെങ്കിൽ, മറ്റൊരാളിൻ്റെ ആരാധന കണ്ടാണ് ഇറങ്ങിയതെങ്കിൽ, ഒരാളുടെ വിളിയുടെ ശബ്ദം കേട്ടാണ് ഒരാൾ ഇറങ്ങിയതെങ്കിൽ ഞാൻ പറയാം പട്ടുപോകും. പക്ഷെ ക്രിസ്തുവിനെ കണ്ടിറങ്ങിയവനെ, ആമേൻ, ആമേൻ, ആമേൻ. യേശുവിനെ കണ്ട് ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവരെ ഞാൻ പറയാം, ഒരു ശക്തിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എവിടെയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ജീസസ്, അതെ അതെ അതെ, എന്തൊക്കെ പറഞ്ഞാലും ആമേൻ, അതെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജീസസ്, 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 അവരെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം അവർ ഇറങ്ങിയത് മനുഷ്യനെ കണ്ടിട്ടല്ല, ലോകത്തെ കണ്ടിട്ടല്ല, സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന മകനെ മകളെ നമ്മൾ ഇറങ്ങിയത് അങ്ങനെയാണെങ്കിൽ ധൈര്യത്തോടെ പറ, എന്നെ തകർക്കാം, എൻ്റെ വിശ്വാസത്തെ, എൻ്റെ പ്രാർത്ഥനയെ, എൻ്റെ ആരാധന. ഒരു മനുഷ്യനെ കണ്ടിറങ്ങിയ വീഴും, അവൻ്റെ പിന്മാറ്റം കണ്ട്, അവളുടെ പിന്മാറ്റം കണ്ട് മനുഷ്യനെ കണ്ടിറങ്ങിയ വീഴും, അയാളുടെ പ്രാർത്ഥന കുറവ് കണ്ട വീഴും, അയാളുടെ എന്തെങ്കിലും പാപം ചെയ്യുന്ന കണ്ട വീഴും. എന്നാൽ പാപമില്ലാത്ത യേശുവിനെ കണ്ട ഒരാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, യേശുവിനെ കണ്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞാലും വീഴത്തില്ല, ഒരു ദേശം പറഞ്ഞാലും വീഴത്തില്ല, ഒരു പട്ടണം പറഞ്ഞാലും വീഴത്തില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നീ യേശുവിനെ കണ്ടാണ് ഇറങ്ങിയതെങ്കിൽ, യേശുവിനെ കണ്ടാണ് മകനെ നീ ഇറങ്ങിയതെങ്കിൽ, മകളെ നീ യേശുവിനെ കണ്ടാണ് ഇറങ്ങിയതെങ്കിൽ, വേറെ ആരെയുമല്ല, നിനക്ക് വേണ്ടി മരിച്ച യേശുവിനെ കണ്ടാണ്. അതെ 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 അതെ, ഇതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആര് വന്നാലും, ഏത് അന്ധകാര ശക്തി വന്നാലും പറയില്ല അവളെ തകർക്കാ, അവനെ തകർക്കാ, എനിക്ക് പറ്റത്തില്ല. കാരണം എന്തെന്നറിയാമോ? അവൻ ഇറങ്ങിയത്, അവൾ ഇറങ്ങിയത് യേശുവിനെ കണ്ടിട്ടാ. ഒരാൾ പറഞ്ഞിട്ടല്ല, അപ്പുറത്തുള്ള ആളിനെ കണ്ടിട്ടല്ല, ഒരു ദേശത്തെ കണ്ടിട്ടല്ല, ഒരാളിനെ കണ്ടിട്ടുമല്ല. പിന്നെ സൈന്യത്തിന്റെ അധിപതിയെ യേശുവിനെ കണ്ടിറങ്ങിയ വ്യക്തിയെ ഒരു ഇരുട്ടിന്റെ ശക്തിക്കും തള്ളിയിട്ട് തകർക്കാൻ കഴിയത്തില്ല. അവർ കർത്താവിൽ ജീവിക്കുകയും ചെയ്യും, കർത്താവിൽ നിലനിൽക്കുകയും ചെയ്യും, അഭിഷേകത്താൽ ജ്വലിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, ആത്മാവിന്റെ ബലത്തോടെ. ജീസസ്, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, തിസ്ബയിൽ നിന്നൊരു ഏലിയാവ് ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവന്നവനെ, ആമേൻ, അവനെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിഞ്ഞില്ല. ഒരു ചെറിയ രീതിയിൽ ഒരു ഒളിവയാക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആ ഒളിവിന്റെ നടുവിലും ഹല്ലേലൂയ, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും ഇല്ല ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല, ഞാൻ തളരുകയില്ല. എൻ്റെ യേശു കൂടെയുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറും. ചേർന്ന് പഠിക്കേ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല, യേശു വാക്കുമാറുകില്ല.
യേശുവാക്കുമാറുകില്ല. പ്രതികൂല കാറ്റിന്മേലാടിച്ചീടിലും എൻ്റെ ഉള്ളം തകർന്നീടിലും ഒരിക്കലും ഉയരില്ല എന്ന് നീലച്ച് ഏവരും മാറിയിടിലും ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലും. യേശുവാക്കുമാറുകില്ല. ഹല്ലേലൂയ. എൻ്റെ അപ്പനെ കണ്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു ഗുഹയ്ക്കകത്തായാലും എൻ്റെ അപ്പൻ അവിടെ ചെല്ലുകയും ചെയ്യും, അവരെ വിളിച്ച് വേർതിരിക്കുകയും ചെയ്യും, അവരെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. തിശ്ബയിൽ നിന്ന് ഒരു ഏലിയാവിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ആരംഭം കൊള്ളാം, അവസാനം അതിനേക്കാൾ കൊല്ലാം. ഓ, കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ചേ. ആമേൻ. ആരംഭം മാത്രമല്ല, അവസാനം അതിനേക്കാളും, ഓ, ആരംഭത്തെക്കാൾ അധികം. ജീസസ് മരണം കാണാതെ, ജീസസ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ആരംഭവും കൊള്ളാം, അതിനേക്കാളും അപ്പുറം എന്തോന്ന്. ആമേൻ. യേശുവിനെ നോക്കി ഇറങ്ങി വന്ന ഭക്തൻ ഉമ്മനമ്പി വന്നേ നമ്പക്കപ്പെടല്ല. കണ്ടോ, കർത്താവിനെ ആമേ നോക്കി ഇറങ്ങിയ, വിശ്വസിച്ചിറങ്ങിയ, ധ്യാനിച്ചിറങ്ങിയ ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതങ്ങൾ തന്നിലൂടെ നടന്നു. ഒരു ദിവസം ഇസബേൽ എന്ന മണ്ഡലം ഇറങ്ങി വന്ന് പറഞ്ഞു, ഏലിയാവെ നിന്നെ കൊന്നുകളയും, നിന്നെ തകർത്ത് കളയും. എന്നാൽ അല്പം ഒരു പേടി വന്നു, അവൻ ഒളിവിലായി. പക്ഷേ ഒളിവിനാണെങ്കിലും എൻ്റെ പ്രാണപ്രിയൻ ഇവൻ ഒളിച്ചിരുന്നെടുത്ത് ഇറങ്ങി. ഇന്ന് ഇതിനകത്ത് ആരെങ്കിലും ഒളിച്ചിരിക്കുന്നെങ്കിൽ അവരടുത്തിറങ്ങി പുതുശക്തിയോടെ, ഇരട്ടി ബലത്തോടെ. ആദ്യത്തെ ബലമല്ല, അതിനേക്കാൾ ഇരട്ടി ശക്തി. ഓ ജീസസ്, ആ കൃപയെ പ്രാപിച്ചേ, ബലം പ്രാപിച്ചേ. എവിടെയെങ്കിലും വീണ് പോയവരിയ്ക്കുന്നെങ്കിൽ, എവിടെയെങ്കിലും തളർന്നു പോയവരിയ്ക്കുന്നെങ്കിൽ, കൈകാലുകൾ കുഴഞ്ഞിരിക്കുന്നെങ്കിൽ, വിശ്വാസ ജീവിതം തളർന്നിരിക്കുന്നെങ്കിൽ, മകനെ മകളെ നിന്നെ വിളിച്ചത് യേശുവെങ്കിൽ, ജീസസ് ജീസസ് ജീസസ്, ഹല്ലേലൂയ, യേശുവാണ് വിളിച്ചതെങ്കിൽ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു ഇരുട്ടിനും, ഒരു വാഴ്ചകൾക്കും, ഒരു അധികാരത്തിനും കഴിയത്തില്ല. ഹല്ലേലൂയ. ഏലിയ വന്ന ഭക്തൻ കർത്താവിനായി ജീവിച്ചു ഇറങ്ങി വന്നു. കൊട്ടാരത്തിനകത്തൊക്കെ പോയി. ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞു, അതുപോലെ പെയ്തില്ല. എല്ലാം സംഭവം ശരിയാ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരു യാഗപീഠം ഒരുക്കി, അവിടെയും തീയിറങ്ങി യാഗപീഠം ദഹിപ്പിച്ചു. എല്ലാം ശരിയാ. തൊട്ടപ്പുറത്ത് വന്നപ്പോൾ ഏലിയാവെന്ന ഭക്തൻ ഒളിവിലായി. എന്നാൽ ഒളിച്ചിരിക്കുമ്പോഴും കെട്ടുകളെ പൊട്ടിച്ചെടുക്കാൻ, ബന്ധനങ്ങളെ ഉട്ടച്ചെടുക്കാൻ ഇന്ന് ഇതിനകത്ത് ഏതൊക്കെ ഭാഗത്ത്, ആമേൻ, ഏതൊക്കെ ഭാഗത്ത് നീ കെട്ടപ്പെട്ട് മാനസികമായി, ശാരീരികമായി, ആത്മീകമായി ഏതെങ്കിലും ഭാഗത്ത് നീ കെട്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഭയപ്പാട് കൊണ്ട്, പ്രതികൂലം കൊണ്ട്, പ്രശ്നം കൊണ്ട് നീ കെട്ടപ്പെട്ട ഒരു വ്യക്തിയെ പോലെ ഇരിക്കുന്നെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ആത്മാവ് വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുന്ന, മക്കളെ, ഞാൻ നിന്നെ പൊട്ടിച്ച് പുറത്ത് കൊണ്ടുവരുവാൻ. ഓ ആമേൻ. അതെ 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 അതെ, ഞാൻ നിന്നെ പൊട്ടിച്ച്, ഞാൻ നിന്നെ പൊട്ടിച്ച്, ഞാൻ നിന്നെ പൊട്ടിച്ച്. ആ കൃപ, ആ ദൈവശക്തി, ആ ദൈവകൃപ, ദൈവകൃപ എവിടൊക്കെ ഒതുക്കിയ സ്ഥാനത്ത്, എവിടത്തെ തകർന്ന സ്ഥാനത്ത്, എവിടൊക്കെ വീണുപോയ സ്ഥാനത്ത്, എവിടെയൊക്കെ ഇനി മുന്നോട്ടില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത്, ഹല്ലേലൂയ, നിന്നെ ഒതുക്കിയ ചില മണ്ഡലങ്ങളുടെ നടുവിൽ ആത്മാവ് പൊട്ടിച്ച് നിന്നെ എടുക്കാൻ പോകുക. ആത്മാവ് പൊട്ടിച്ച് നിന്നെ എടുക്കാൻ പോകുക. ഓ ജീസസ്, ഹല്ലേലൂയ. ഏലിയാവിൻ്റെ ജീവിതത്തിൽ പ്രതികൂലം വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? പാപം ചെയ്തുകൊണ്ടല്ല, പിന്നെ പ്രതികൂലം വന്നപ്പോൾ
തളർന്നു പോയി. ഹല്ലേലൂയ. പാപം ചെയ്തല്ലേ തളർന്നു പോയി. പിന്നെ പ്രതികൂലം വന്നപ്പോ ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ 1 മുതൽ വായിച്ചേ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. അടുത്തവരി ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണോ അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അടുത്തവരി അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ്. കണ്ടോ, അവിടെ ഭയം വന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ അതുവരെ ശക്തിയോടെ നിന്ന ഒരു മനുഷ്യൻ ഒരു ഭയപ്പാട് വന്നു. ചിലർ ശക്തിയോടെ നിൽക്കും. ചില സന്ദർഭങ്ങളിൽ ഭയം വന്നാൽ ആളൊതുങ്ങും. ഭയം നമ്മളെ ഒതുക്കി കളയും. ഭയപ്പെടരുത്. യേശു എന്താ പറഞ്ഞേ? മക്കളെ, ഭയപ്പെടരുത്. പിന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ ഭയപ്പെടരുത്. ഭയപ്പെട്ടാൽ നിന്നെ ദുഷ്ടൻ ഒതുക്കും. പക്ഷെ ഞാൻ നിന്റെ കൂടെ ഇവിടെ നീ വിശ്വസിച്ച് ഭയപ്പെടാതെ മുന്നോട്ട് പോയാൽ നീ അത്ഭുതം കാണും. തുറന്ന് പറ, ഞാൻ ഭയപ്പെടില്ല. എന്നെ കീഴടക്കുന്ന ഭയമേ. അനേകർക്ക് ഭയമാണ്. സ്തോത്രം. ഇന്ന കുഴപ്പം, ഒരു ക്ഷീണം വന്നു, തലവേദന വന്നു, അത് ഏറ്റവും വലിയ രോഗമാണോ എന്നുള്ള ഭയം. പറഞ്ഞേ, ഇല്ല, എന്നെ കീഴടക്കാൻ പറ്റത്തില്ല. എന്നെ പറഞ്ഞേ. ചിലർക്ക് ചില ക്ഷീണം വരുമ്പോൾ സ്തോത്രം അവർ തന്നെ പറയും, എനിക്ക് ഇന്നതാണോ എന്നൊരു സംശയം. ഭയം വന്നു. കണ്ടോ, പേടി വന്നു, ഒരു ഭയപ്പാട് വന്നു, ഒരു ഭയം തകർക്കാൻ തുടങ്ങി, ഒരു ഭയപ്പാട് തകർക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭയമുണ്ടെങ്കിൽ, പക്ഷെ ആ ഭയത്തെ ഇന്ന് അടിച്ച് പുറത്താക്കിയാൽ പറ, ഇല്ല. ഹല്ലേലൂയ. കാൽവരി ക്രൂസിൽ യേശു ശാപമായത് കഴിഞ്ഞ നാളുകളിൽ എനിക്കെതിരുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ സ്വർഗം അവിടെ തച്ചുടച്ചു. എൻ്റെ പാരമ്പര്യ രോഗങ്ങളിൽ നിന്ന്, പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ തകർന്നു. ആരൊക്കെ ആരൊക്കെ പറയും, ഇല്ല, പാരമ്പര്യമായുള്ള ഒരു രോഗങ്ങളും എനിക്ക് വരില്ല. ഇല്ല. ആമേൻ. ഒരു പ്രശ്നങ്ങളും വരില്ല. ആരൊക്കെ പറയും, ഒരു പ്രശ്നങ്ങളും വരില്ല. പാരമ്പര്യ ബന്ധനങ്ങൾക്ക് എൻ്റെ മേൽ സ്ഥാനമില്ല. കാരണം ഗലാത്യരിൽ പറയുന്നു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെടുന്ന എഴുതിയിരിക്കുന്നല്ലോ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ഹല്ലേലൂയ. പറഞ്ഞേ, യേശു എനിക്ക് വേണ്ടി ശാപമായതുകൊണ്ട് ശാപത്തിന്റെ ശക്തിക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. ആരൊക്കെ വാതോർന്ന് പറയും? ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയത്തിന്റെ ശക്തി പൊട്ടുകയാണ്. ഭയത്തിന്റെ ശക്തി. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പേടിക്കുകയാണോ, ഭയപ്പെടുകയാണോ? അയ്യോ, നാളെ ഇനി എന്താകും, മറ്റന്നാൾ ഇനി എന്താകും, എനിക്കിനി എത്ര കാലം ജീവിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണോ ഭയം? പേടിക്കല്ലേ. ഏലിയാവ് ഭയപ്പെട്ടു. ജീസസ്. ഹല്ലേലൂയ. ഭയപ്പെട്ടവന്റെ അടുക്കൽ സ്വർഗം ഇറങ്ങി. അവൻ പാപം ചെയ്തല്ല ഒളിച്ചിരുന്നേ. പിന്നെ ഭയം, ഒരു ആളിന്റെ വാക്കാണ് ഭയം വന്നത്. ഒരാളിന്റെ വാക്ക്. നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? ഒരാളിനെ കൊന്നുകളയുന്നുള്ള വാക്ക് അവനെ പേടിപ്പിച്ചു. കൊന്നുകളയുന്ന വാക്ക് ഇസബേലിൻ്റെതാണ്. ഇസബേൽ ആരാ? ദുഷ്ടശക്തിയാണ്. ദുഷ്ടശക്തിയുടെ വാക്ക് നമ്മൾ കേൾക്കരുത്. ഇത്രക്ക് മനസ്സിലായി? ദുഷ്ടശക്തി എപ്പോഴും നമ്മളെ തകർക്കുന്ന കാര്യം പറയും. ഹല്ലേലൂയ. യേശു അങ്ങനെയല്ല പറയുന്നത്, ഭയപ്പെടേണ്ട മക്കളെ, ഞാൻ ജയിച്ചില്ലേ. ജീസസ്. മരണത്തെ ജയിച്ചവനേ അങ്ങേ ആരാധന ചെയ്கிறோ. പാതാളത്തെ ജയിച്ചവനേ അങ്ങേ ആരാധന ചെയ്கிறோ. മരണത്തെ ജയിച്ചവനേ അങ്ങേ ആരാധന ചെയ്கிறோ. പാതാളത്തെ ജയിച്ച ഹോസന്നാ, ഹല്ലേലൂയ, ഹോസന്നാ, ഹല്ലേലൂയ, ഹോസന്നാ, ഹല്ലേലൂയ, ഹോസന്നാ, ഹല്ലേലൂയ, ഹോസന്നാ. യേശുപ്പച്ചൻ പറയും, മോനെ, ഞാൻ മരണത്തെ ജയിച്ചവനാണ്, പാതാളത്തെ ജയിച്ച ആളാണ്. യോഹന്നാന്റെ അടുക്കൽ യേശുപ്പച്ചൻ പോയി നിന്ന് പറഞ്ഞു, മക്കളെ, നീ ഭയപ്പെടണ്ട,
ചുമലിൽ തട്ടിയിട്ട് പറഞ്ഞു, മരണത്തിന്റെ പാതാള താക്കോൽ എന്റെ കയ്യിലാ മക്കളെ. നീ എന്തിനെയാ ഭയപ്പെടുന്നേ? എന്തിനെയാ ഭയപ്പെടുന്നത്? അതിന്റെ താക്കോൽ, നീ പേടിക്കുന്നതിന്റെ താക്കോൽ എന്റെ കയ്യിലല്ലേ. ഞാൻ അവനത് കൊടുത്തിട്ടില്ല, അവന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി. ഓ, നിന്നെ തകർത്ത് കളയുമെന്ന് പറയുന്ന പിശാചിന്റെ കയ്യിൽ നിന്ന് താക്കോലിനെ ഞാൻ വാങ്ങി. ആരൊക്കെ ആരാധിക്കുന്നുണ്ട്? ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് ഈ വചനം? ഇന്ന് വിടുതൽ പ്രാപിച്ചേ പോകാവൂ, ഇന്ന് സമാധാനം പ്രാപിച്ചേ പോകാവൂ, ഇന്ന് സന്തോഷം പ്രാപിച്ചേ പോകാവൂ, ഇന്ന് സ്വസ്ഥത പ്രാപിച്ചേ പോകാവൂ, ഇന്ന് ആശ്വാസം പ്രാപിച്ചേ പോകാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവിടെ ഏലിയാവിനെതിരെ ഒരു ഭയങ്കര ഭയം വന്നു. ഭയം വരുമ്പോൾ ഏലിയ ഒളിച്ചിരുന്നു. എന്നാൽ ഒളിച്ചിരുന്നവന്റെ അടുക്കൽ സ്വർഗം ഇറങ്ങി. വായിച്ചെടുത്ത വരി. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. പാവമായോണ്ടാണോ മരിക്കാൻ ഇച്ഛിച്ചേ? അല്ല, പിന്നെ ഒറ്റ വാക്ക് പേടിച്ചു. ഭയം കൊന്നുകളയും, ഭയം ഒതുക്കിക്കളയും, ഭയം പ്രാർത്ഥന ഒതുക്കും, ഭയം വിശ്വാസത്തെ ഒതുക്കും, ഭയം ആരാധന ഒതുക്കും, ഭയം സ്വസ്ഥത ഒതുക്കും. എല്ലാ രീതിയിലും ഒതുക്കുന്ന ഒരു സംഭവമാണ് ഈ ഭയം. ഇത് പൊട്ടിയ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ എണ്ണമില്ലാതുള്ള വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ, എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ കൃപ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനായാരും കൂടില്ലെന്നാലും പാടിയ ആരാച്ചേ കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയിരിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവൻ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി പറഞ്ഞ ഭയപ്പെടുന്നില്ല. എന്റെ ദൈവം അറിയാതെ ഒരു മുടിയും കൊഴിയത്തില്ല. ഇല്ല, ശത്രുവിന്റെ പദ്ധതി നടക്കാൻ പോകുന്നില്ല, ഇരുട്ടിന്റെ പദ്ധതി നടക്കാൻ പോകുന്നില്ല. യേശുവിന്റെ പദ്ധതി മാത്രമേ നടക്കുള്ളൂ. കർത്താവ് എന്റെ കൂടെ ഉണ്ട്. ഒരു അന്ധകാര ശക്തിക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. എന്നെ തലമുടി എണ്ണി വെച്ചിരിക്കുന്ന യേശു എനിക്കുണ്ട്. ഞാൻ പേടിക്കയില്ല. ഭയത്തെ കുടഞ്ഞ്, ഭയത്തെ കുടഞ്ഞ്, ഭയത്തെ കുടഞ്ഞു കളഞ്ഞ്, ആ ഭയത്തെ കുടഞ്ഞു കളഞ്ഞ് പേടി മാറട്ടെ, ഭയപ്പാടുകൾ മാറട്ടെ. ശത്രു ഇട്ട ഭയം, ശത്രു ഇട്ട നുകം, ശത്രു ഇട്ട നുകം, ഭയത്തിന്റെ നുകങ്ങൾ, ഭയത്തിന്റെ നുകങ്ങൾ. അയ്യോ, എനിക്ക് എന്ത് രോഗമായിരിക്കും, അയ്യോ എനിക്ക് എന്ത് ക്ഷീണമായിരിക്കും, എന്തായി പോകും എന്നുള്ള ഭയങ്ങൾ ഒടിച്ചു മാറ്റി പ്രാർത്ഥിച്ചേ. യേശുവിൻ നാമത്തിൽ ഇല്ല, ഇല്ല. ആമേൻ. യേശുവിന്റെ വരവോടെ ബലത്തോടെ കർത്താവിന്റെ കൃപയിൽ ഞാൻ ജീവിക്കും. ഇല്ല, ആ രോഗത്തിന് എന്നെ കീഴടക്കാൻ പറ്റത്തില്ല. ശക്തിയോടെ പ്രാർത്ഥിച്ചേ. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഭയം വന്നു ഒളിച്ചിരുന്നു. പക്ഷെ എന്റെ ദൈവം വിട്ടില്ല. അടുത്ത വരി വായിച്ചേ. ഇപ്പോൾ മതി യഹോവേ. കണ്ടോ, പേടി വന്നാൽ അടുത്ത വാക്ക് അയാൾ പറയുന്നത് ജീവിക്കണ്ട, മരിച്ച മതി. അപ്പൊ പേടിയുടെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. മനസ്സിലായോ? ആ ഭയത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി പറയും നീ ഇനി ജീവിക്കണ്ട. കണ്ടോ, ഇപ്പൊ മനസ്സിലായോ കാര്യം? ആ ഭയത്തിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അവൻ ജീവിക്കാൻ വിടത്തില്ല, മരിച്ചാൽ മതി എന്ന് തോന്നിക്കും. ഏലിയാവ് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. അടുത്തവർ വായിച്ചേ. എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അടുത്തവര് അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട്, നീ എവിടെ കിടന്നാലും തക്ക സമയമാകുമ്പോൾ, ഞാൻ പറയാം, ഇതിനകത്ത് ആരോടൊക്കെ സംസാരിക്കുകയാണ്. നീ തളർന്നെന്ന്, തീർന്നുവെന്ന്, ജീവിതം തീർന്നെന്ന്, ഇനി മുന്നോട്ടില്ലെന്ന്, അടുത്ത് എന്താകുമെന്ന്, അയ്യോ ഞാൻ മരിച്ചു പോകുമോ, അയ്യോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അയ്യോ ഞാൻ എന്താകും എന്നൊക്കെ ചിന്തിച്ച് നീ ഭയപ്പെട്ട് പാരപ്പെടുമ്പോൾ പറയും, മക്കളെ തക്ക സമയമായപ്പോ സ്വർഗത്തിലെ ദൂതനെ നീ ഇരിക്കുന്ന അടുത്ത് ഇറക്കി
ഓ തീ കത്തുന്നു, തീ തീ തീ. സ്വർഗീയ ശക്തി ഇറങ്ങുന്നു, സ്വർഗീയ ശക്തി ഇറങ്ങുന്നു, സ്വർഗീയ ശക്തി ഇറങ്ങുന്നു, സ്വർഗീയ ശക്തി ഇറങ്ങുന്നു, സ്വർഗീയ കൃപ ഇറങ്ങുന്നു, സ്വർഗീയ അഭിഷേകം ഇറങ്ങുന്നു, ആ സ്വർഗീയ സാന്നിധ്യം ഇറങ്ങുന്നു, സ്വർഗീയ സാന്നിധ്യം ഇറങ്ങുന്നു, സ്വർഗീയ സാന്നിധ്യം ഇറങ്ങുന്നു, ആ ദൈവശക്തി ഇറങ്ങുന്നു ഓരോ മക്കളുടെ മേലും, ഓരോ മക്കളുടെ മേലും. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു വശത്ത് ശത്രു മരിച്ചാൽ മതി ചിന്തിപ്പിക്കുമ്പോൾ മറുവശത്ത് സ്വർഗത്തിൽ ദൈവം അടക്കിയിരുന്നില്ല. നമ്മളെയൊക്കെ ഇങ്ങനെ നടത്തുന്ന അതല്ലേ? ഓ, നമ്മളെയൊക്കെ നടത്തുന്ന നമ്മുടെ കഴിവാണോ? കഴിവല്ല, നിൻ കൃപയാണേ. ബലമല്ല, നിന്ദയാണേ. കഴിവല്ല, നിൻ കൃപയാണേ. ബലമല്ല, നിന്ദയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ യേശുവേ. ഇതുവരെ എത്തുവാ നീ മാത്രം എൻ യേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ യേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏലിയാവ് അവിടെ ഒളിച്ചിരുന്നു, പക്ഷേ മരണം മതിയെന്ന് ചിന്തിച്ചു. പക്ഷേ ഒരു വശത്ത് മരണം മതിയെന്ന് ചിന്തിക്കുന്നവരുടെ അടുക്കൽ മറുവശത്ത് മരണദൂതനെ വെട്ടാൻ, ജീസസ് മരണദൂതനെ വെട്ടാൻ, ആ പിശാചിന്റെ മണ്ഡലങ്ങളെ വെട്ടാൻ അവന്റെ കോട്ടയ്ക്കകത്ത് ഇറങ്ങി മരണദൂതൻ അവനെ കെട്ടിപ്പൂട്ടിയ സകല കോട്ടകളെയും ഇന്ന് ആത്മാവ് ചിലത് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറയും, ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ഇതിനകത്ത് ഇറങ്ങി എന്തൊക്കെയോ 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 ചില വ്യക്തികളുടെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ ചില ദൈവ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെ അതെ അതെ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. എടാ, നീ മരണ ഭയവിട്ട് നീ കെട്ടിപ്പൂട്ടിയാലും നിന്റെ തായ് വേരിനെ കത്തിക്കുന്ന ദൂതൻ, ഓ ജീസസ്, ധൈര്യത്തോടെ പറ, പേടിക്കല്ലേ, ധൈര്യത്തോടെ പറ. നീ പലതും ചിന്തിച്ച് കലങ്ങയല്ലേ, നീ പലതും ചിന്തിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ആദ്യ കയറി. ഓ, നീ സ്വപ്നം കാണുമ്പോൾ പേടിക്കുന്നു. നിനക്ക് തലമുറകളെ തന്ന ദൈവം, നിനക്ക് കുടുംബം തന്ന ദൈവം, കുടുംബത്തിലെ അംഗങ്ങളെ തന്ന ദൈവം, അവർക്ക് ഒരു ദോഷവും ഇല്ല. ധൈര്യത്തോടെ പറ. ശത്രു നിന്നെ പലതിലൂടെ പേടിപ്പിക്കുമ്പോൾ, ഭയപ്പെടുത്തുമ്പോൾ നീ ഭയപ്പെട്ട് പോണ്ട. സ്തോത്രം. ആരൊക്കെ ധൈര്യത്തോടെ പറയില്ല, എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പറഞ്ഞേ, എൻ്റെ കർത്താവിനെ അടുത്തറിഞ്ഞു. മോശ പറഞ്ഞു, മോനെ, മോശ പറഞ്ഞു, അപ്പാ അങ്ങനെ അടുത്തറിഞ്ഞെന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങയുടെ വഴി കാണിച്ചേ അപ്പാ. അടുത്ത് വീണ്ടും വീണ്ടും അടുത്തതിന് പറയുന്നു, അങ്ങ് വരാതെ ഞാൻ പോകത്തില്ല. അടുത്ത് പറയുന്നു, എനിക്ക് അങ്ങ് ഒന്ന് കാണണം. അങ്ങ് വന്നാൽ മാത്രം പോരാ, അങ്ങ് വന്നാൽ മാത്രം പോരാ, എനിക്കൊന്ന് കണ്ടേ തീരൂ. അപ്പൻ എനിക്കൊന്ന് കണ്ടേ തീരൂ. ആ പൊന്മുഖം എങ്ങനെ ഇരിക്കുന്നെന്ന് കാണണം. ആമേൻ. ആ ലാവണ്യ വാക്ക് മാത്രം കേട്ടാ പോരാ, എനിക്ക് എൻ്റെ അപ്പനെ അങ്ങൊന്ന് കാണണം അപ്പാ. അവസാനം എൻ്റെ ദൈവം പറയും, മോശയെ പിടിവിടാൻ പറ്റുന്നില്ല, മോശയുടെ അടുക്കൽ ദൈവത്തിനും പോകാൻ പറ്റുന്നില്ല. ദൈവം ഹല്ലേലൂയ മോശയുടെ അടുക്കൽ തന്നെ നിൽക്കുകയാണ്, മോശയും ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. എനിക്ക് അങ്ങ് കണ്ടേ തീരൂ. കർത്താവ് പറഞ്ഞു, എന്നാൽ നീ എൻ്റെ പിൻഭാഗം കണ്ടോ, നീ പാറയുടെ പിളർപ്പിൽ സ്തോത്രം നിന്ന് കണ്ടോളണം, ഞാൻ എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, നീ എൻ്റെ പിൻഭാഗം കാണും. ദൈവത്തിന് സ്തോത്രം. പിൻഭാഗം കണ്ട മോശയുടെ മുഖം തേജസ് കൊണ്ട് മൂടി. ഹല്ലേലൂയ. ആ മൂടുപടം അതിനു വേണ്ടി ഇട്ടെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ എത്ര തേജസ് ആയിരിക്കും. തേജസ്സിൻ്റെ മേൽ തേജസ്. ആമേൻ, ആമേൻ, ആമേൻ. കൊരിന്ത്യർക്ക് ലേഖനത്തിനകത്ത് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അവൻ എൻ്റെ അപ്പനെ കണ്ടു, അപ്പൻ്റെ പിൻഭാഗം കണ്ടു. ഹല്ലേലൂയ. പുതിയ നിയമ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പൈതൽ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ധൈര്യത്തോടെ പറ. സ്തോത്രം. ഏലിയാവ് കെട്ടപ്പെട്ടിരുന്നില്ലേ? എന്നിട്ട് ഏലിയാവ് ശാസിച്ചില്ല. ദുഷ്ട ഇറങ്ങെന്ന് പറഞ്ഞു ഇല്ല, ഒന്നും പറഞ്ഞില്ല. പാവം ഒന്നും പറയാൻ പറ്റുന്ന മനോഭാവം ആയിരുന്നില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നിങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ? ഏലിയാവിനെ ഇറങ്ങിപ്പോടാന്ന് പറയാനുള്ള മനോഭാവം ഇല്ല. കാരണം മരണഭയം വന്ന് താൻ മരിക്കുമെന്ന് ഉറപ്പിച്ചു. കണ്ടോ? ഇനി മുന്നോട്ടില്ലെന്ന് ഉറപ്പിച്ചു. അപ്പൊ ഉറപ്പിച്ചപ്പോൾ അതിന്റെ പിന്നിലുള്ള ദുഷ്ടശക്തികളെല്ലാം അയാളെ തലമുടി 4 മുതൽ നഖം വരെ ഒതുക്കി മരിക്കാൻ തന്നെ ഒതുക്കി വിട്ടു. പക്ഷേ ഈ നുഖത്തെ വെട്ട തക്ക സമയമായപ്പോൾ കണ്ടോ, ചില സമയം വരെ ഇരിക്കുള്ളത്. അത് കഴിയുമ്പോൾ വെട്ടി വീഴ്ത്തുന്ന ദൂതന്മാരെ എൻ്റെ ദൈവം ഇറക്കും. ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ. അടുത്ത വരി വായിച്ചേ. പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. തിന്നാൻ പറഞ്ഞു. അടുത്ത വരി. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനൽമേൽ ചുട്ട ഒരു അടയിൽ ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. ഇതുപോലെ ഒരിടത്ത് യേശു ഇറങ്ങി പുതിയ നിയമത്തിൽ. എവിടെ പറ? എവിടെ? എവിടെ? കടലിന്റെ കരയിൽ പത്രോസിന് വേണ്ടി അല്ലേ? ഇതുപോലെ ഇറങ്ങി നിന്നു. ഹല്ലേലൂയ. നോക്കിയേ അടുത്ത വരി. വായിച്ചേ. വെള്ളവും തലക്കൽ ഇരിക്കുന്നു കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. അടുത്ത് യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റു തിന്നുക. കണ്ടോ? വീണ്ടും തിന്നാൻ കൊടുത്തു. നമ്മളെ തട്ടാൻ വേണ്ടി തൻ്റെ ദൂതൻ അയക്കും. നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ ബലപ്പെടുത്തും. കുറേശ്ശെ നമ്മൾ വിടിവിക്കപ്പെടും. എങ്കിലും തലയിലൂടെ തുണിയിട്ട് മുഖം മൂടി ഒരു അന്തരീക്ഷത്തിൽ ഗുഹയുടെ മുകളിൽ നിൽക്കേണ്ട നീ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ ദൂതനല്ല, സ്വർഗം താണിറങ്ങും. ഓ ദൈവത്തിന് സ്തോത്രം. പിന്നെ ദൂതന്റെ ഡ്യൂട്ടി അല്ല. പിന്നെ എൻ്റെ അപ്പൻ ഇറങ്ങിയിട്ട് പറയും, മക്കളെ ഞാൻ നിനക്ക് വേണ്ടി മരിച്ചിറങ്ങി വാ. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവം കൈക്ക് പിടിച്ച് പുറത്തിറക്കാൻ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന്. നമ്മൾ ആരെ ദൈവം കൈവിടത്തില്ല, ഉപേക്ഷിക്കയില്ല. ഓ കർത്താവിനെ കണ്ടിറങ്ങി ആരുണ്ട്? അവരെ ഗുഹയ്ക്കകത്ത് ഒതുക്കാൻ പറ്റുമോ? ഇല്ല. അവരെ ചങ്ങലക്കകത്ത് ഒതുക്കാൻ പറ്റുമോ? ഇല്ല. മരണ ഭയത്തിനകത്ത് ഒതുക്കാൻ പറ്റുമോ? ഇല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന കാര്യങ്ങൾ കാണും. ഹല്ലേലൂയ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ പേടിക്കത്തില്ല, ഭയപ്പെടുകയില്ല. ഞാൻ നിർഭയനായി വസിക്കും. കാരണം എന്താ? സൈന്യത്തിൻ്റെ അധിപതി എൻ്റെ കൂടെ ഉണ്ടല്ലോ. ആമേൻ. ഒരു സൈന്യം തന്നെ ഇറങ്ങി വന്നെന്ന് പറഞ്ഞാലും എനിക്ക് പേടിപ്പാനൊന്നുമില്ല. കാരണം സൈന്യത്തിൻ്റെ അധിപതിയായ യേശു എൻ്റെ അപ്പനെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നേ? ജീസസ്, ഹല്ലേലൂയ. ധൈര്യത്തോടെ പറ. ദൂതൻ അടുത്ത് വന്നു ഭക്ഷണം കൊടുത്തു. അടുത്ത വരി വായിച്ചേ. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അടുത്ത് അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. അടുത്ത് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഏതിന്റെ ബലം കൊണ്ട്? ഭക്ഷണത്തിന്റെ ബലം കൊണ്ട് പർവ്വതം വരെയൊക്കെ ഓടിയെത്തി. വല്ല വിധനെയും പ്രാർത്ഥിച്ചും വചനം പറഞ്ഞും ധ്യാനിച്ചും വിരട്ടിയും പ്രാർത്ഥിച്ചും ബലപ്പെടുത്തിയും ശക്തീകരിച്ചും താങ്ങിയും എഴുന്നേൽപ്പിച്ചും ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഏതാണ്ടുള്ള ഭാഗമൊക്കെ വിടുവിക്കപ്പെട്ട് വന്നു. അവിടെ ഹോരേബ് വരെ എത്തി. സംഭവം എത്തി, ആളെത്തി. പക്ഷെ എന്നിട്ട് ഒളിവിൽ. കണ്ടോ? എന്നിട്ട് എവിടെ ഇരിക്കുന്നു? ഒളിവിൽ. അടുത്തവർ വായിച്ചേ. അവിടെ അവൻ ഒരു ഗുഹയിൽ കിടന്ന് രാപ്പാർത്തു. അടുത്ത് അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാട്. എവിടെ പോയി? ഗുഹയ്ക്കകത്ത്. ഗുഹയുടെ പുറത്തല്ല, ഇപ്പൊ അടുത്തൊരു ഗുഹയ്ക്കകത്ത് കയറി. അടുത്ത വരി. യഹോവയുടെ അരുളപ്പാടുണ്ടായി അവനോട്, ഏലിയാവേ ഇവിടെ നിനക്ക് എന്തു കാര്യമെന്ന് ചോദിച്ചു. ദൂതനല്ല, പിന്നെ ആരും വന്നു? എന്റെ ദൈവം വന്നു ചോദിച്ചു, ഏലിയാവേ നിനക്ക് ഇവിടെ എന്താ കാര്യം? അടുത്ത വരി. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. നീ പുറത്തു വന്ന് 12 മുതൽ വായിച്ചേ. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി. ഇതുവരെയുള്ള നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, സമയമില്ലാത്തോണ്ടാ. പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്ന്, ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിന് അവൻ, സൈന്യങ്ങളുടെ ഒരു സമയമുണ്ടായിരുന്നു. അത്രയും ദിവസം ഏലിയാവ് പെട്ട പാടെന്ന് പറഞ്ഞ
10 ദിവസം നിനക്ക് കഷ്ടമുണ്ടാകും. എന്ത് ചെയ്യാൻ പറഞ്ഞു? വിശ്വസ്തയോടെ ഇരിക്കാൻ പറഞ്ഞു. കർത്താവിൻ്റെ സന്നിധിയിൽ ഭയപ്പെട്ടാണ് ശത്രു ഒതുക്കിയത്. പക്ഷേ ഒരു പീരീഡേ ഉള്ളായിരുന്നു ഭയം. അത് കഴിഞ്ഞ ഭയമെല്ലാം പോയി. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങൾ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ. അങ്ങനെ കർത്താവ് അയാളെ പുറത്തെടുത്തു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ വായിച്ചേ. 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 19-ാം വചനം മുതൽ, അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 10 മുതൽ വായിച്ചേ. അതിന് അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്നു വരികിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തെ കണ്ടിറങ്ങി ഏലിയാവ് ജീവിതത്തിന്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഇസബേൽ എന്ന ശക്തി പേടിപ്പിച്ചു. പക്ഷെ പേടിയുടെ കെട്ട് അയാളെ മൂടി. പല സ്ഥലങ്ങളിലും മരിച്ചാ മതിയെന്ന് ചിന്തിച്ചെങ്കിലും തക്ക സമയമായപ്പോൾ തൻ്റെ ദൂതനെ ഇറക്കി ഭക്ഷണം കൊടുത്തു, ഓരോവരെ ഓടിച്ചു. അവിടെ പോയി വീണ്ടും ഗുഹയ്ക്കകത്ത് താൻ ഇരുന്നെങ്കിലും അവിടെ സർവശക്തനാകുന്ന ദൈവം, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ഹല്ലേലൂയ. ദൈവം സർവശക്തൻ അവിടെ ഇറങ്ങി ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്നു. ഏലിയാവിലൂടെ ചെയ്യേണ്ട ശുശ്രൂഷ തികച്ചു. എന്നാൽ ഇവിടെ 2 രാജാക്കന്മാർ പുസ്തകം വരുമ്പോൾ കൊല്ലും എന്ന് ഇസബേൽ പറഞ്ഞെങ്കിൽ ഇവൻ്റെ അല്ലായിരുന്നു അവസാനം. ആരംഭത്തിനേക്കാളും അവസാനം അപ്പൻ്റെ കൂടെ നടന്ന് ചുഴലിക്കാറ്റിൽ മരണം കാണാതെ കയറി അങ്ങ് പോയി. കണ്ടോ, ആരംഭത്തെക്കാൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആരംഭത്തെക്കാൾ അവസാനം പേടി വന്നെങ്കിലും അവിടെയും മരണദൂതനെ പൊളിക്കാൻ. അത് മരണ നിഴലിൽ താഴ്വരയിൽ ശരണമായ യേശുവുണ്ട്. മരണ നിഴലിൽ താഴ്വരയിൽ ശരണമായ യേശുവുണ്ട്. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു താങ്ങി നടത്തുമെന്നന്ത്യം വരെ. കരളലിഞ്ഞു എൻ കൈകൾ പിടിച്ചു താങ്ങി നടത്തിടുമന്ത്യം വരെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? അവിടെ എൻ്റെ ദൈവം ഇറക്കിയിട്ട് പറഞ്ഞു, എന്നടാ എൻ്റെ പിള്ള എന്നെ കണ്ടിറങ്ങി വന്ന പിള്ളയെ നീ തകർക്കാൻ നോക്കിയല്ലേ, എന്നാ നീ കണ്ടോടാ. നീ കൊല്ലാൻ നോക്കിയെങ്കിൽ അവനെ മരണം കാണാതെ
വൈകാതെ എൻ്റെ അടുത്ത് അവനെ ഞാൻ വിളിച്ചു വരുത്തും. ആമേൻ. ഈ ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അവൻ്റെ ആരംഭം കൊള്ളാം. ആമേൻ. സെൻറ്റർ കൊള്ളാം. ഇടയ്ക്ക് വെച്ചൊരു അല്പം എന്ത് ചെയ്തു? ഡിമ്മായി. ഇതിനകത്ത് ആരെങ്കിലും അല്പം ഡിമ്മായാണ് ഇരിക്കുന്നെങ്കിൽ ആ ഡിമ്മായവരെ ശക്തിക്ക് മീതെ ശക്തി തന്ന്, ബലത്തിൻ്റെ മീതെ ബലം തന്ന്, കൃപയ്ക്ക് മീതെ കൃപ തന്ന്, ആമേൻ, കരം പിടിച്ച് മാറോട് അണച്ച് ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ് ഇവിടെ ഇട്ട്, ആർക്കൊക്കെ വേണം? കഴിഞ്ഞ നാളിൽ തണുത്തുപോയി, കഴിഞ്ഞ നാളിൽ കരിക്കട്ട ആയിപ്പോയി. ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ആർക്ക് വേണം? ഒരു കനലാകാൻ ആർക്ക് വേണം? ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളവർ ആരാധിച്ച് ദൈവശക്തി ഏറ്റെടുത്തോ. കർത്താവിനോട് പറഞ്ഞ, കർത്താവ്, അതെ, കഴിഞ്ഞ നാളിൽ എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആരാധന, എൻ്റെ ആമേൻ, എൻ്റെ ഓട്ടം തണുത്തുപോയി, എൻ്റെ വിശ്വാസം, എൻ്റെ വിശുദ്ധ ജീവിതം, എവിടെയോ ദൈവമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം തണുത്തുപോയി. എന്നാൽ എൻ്റെ ആരംഭം കൊള്ളാമായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വന്നപ്പോൾ സ്റ്റക്കായി പോയി. അപ്പാ, എന്നാൽ ഇതാ എന്നെ അങ്ങയുടെ കരത്തിൽ തരുന്നു. യേശു എന്നെ അങ്ങയുടെ കരത്തിൽ തരുന്നു. യേശു എന്നെ ഒന്ന് തൊട്ട് എനിക്ക് പുതിയൊരു ശക്തിയെ തരണമേ. ആത്മാവിൻ്റെ ഒരു പുതപ്പ് എൻ്റെ മേൽ ഇടണമേ. ആര് പറയും? ആത്മാവിൻ്റെ ഒരു പുതപ്പ്. ഉറങ്ങുന്നവർ മാത്രം ഒന്ന് കരം ഉയർത്തി ഒരു കാലിലേ പറഞ്ഞേ. ആരും ഉയർത്തിയില്ല? സന്തോഷം. ഉറങ്ങുന്നവരും ഉയർത്തിയില്ല. എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. ഉറങ്ങുന്ന എല്ലാവരെയും നല്ല വ്യക്തമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഏലിയാവിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം അയാളുടെ ആരംഭം കൊള്ളായിരുന്നു. ഇങ്ങനെ ജീവിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഏലിയാവിനെ മരണഭയം പൂട്ടി. എന്നാൽ ദൂതനിറക്കി പൂട്ട് പൊട്ടിച്ച് പുറത്തെടുത്ത് അയാളിലൂടെ ചെയ്യിപ്പിക്കേണ്ടതെല്ലാം പറ. നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതിനെ ആരിന്ന് പൂട്ടി താക്കോല് വെച്ചാലും ആ ചങ്ങലെ പൊട്ടിച്ച്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസമുണ്ടെങ്കിൽ ആലോചന ഏറ്റെടുത്തോ. ആഗ്രഹമുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറ ജീസസ്. ധൈര്യത്തോടെ പറ. ഹല്ലേലൂയ. ധൈര്യത്തോടെ പറ. സ്തോത്രം. എത്രവർക്ക് ഉറപ്പുണ്ട്? എവിടെ പൂട്ടിട്ടാലും ശരി, പൂട്ടി ഇളക്കാൻ കഴിവുള്ള ഒരുവൻ. ആ കർത്താവിനെ കണ്ടാ ഞാൻ ഇറങ്ങി. പറഞ്ഞേ. യേശുപ്പനെ കണ്ടാ ഞാൻ ഇറങ്ങി. പറഞ്ഞേ. എൻ്റെ യേശുവിനെ കണ്ടാ ഞാൻ ഇറങ്ങി. പറഞ്ഞേ. വാ തുറന്ന് പറഞ്ഞേ. എൻ്റെ യേശുവിനെ കണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഓ ജീസസ്. യേശുവിനെ കണ്ടിറങ്ങി ആരെങ്കിലും തകർക്കാൻ പറ്റുമോ? ഇല്ല. തകരത്തില്ല. യേശുവിനെ കണ്ടിറങ്ങി ആരും എന്ത് ചെയ്തില്ല? തകരത്തില്ല. യേശുവിനെ കണ്ട ആരെല്ലാം ദൈവഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ടോ, യേശുവിനെ കണ്ടവർ വീഴത്തില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഞാൻ എപ്പോഴും പ്രസംഗിക്കും പറയുന്നൊരു വരിക, കർത്താവിനെ യഥാർത്ഥമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ തകർക്കാൻ ഇനി ഒരു ശക്തിക്കും, ഒരു മനുഷ്യൻ്റെ വാക്കിനും, ഇനി ഒരു മനുഷ്യൻ്റെ ചിന്തയ്ക്കും, ഇനി അതിനപ്പുറം ഒരു പിശാചിൻ്റെ പദ്ധതിക്കും ആയുധപ്പുരകളിൽ അവൻ ചിലതൊക്കെ ഒരുക്കി വയ്ക്കും. പക്ഷെ അത് ഫലിക്കയില്ല. സ്തോത്രം. ആയുധപ്പുരയിൽ ചിലപ്പോൾ അവൻ ചിലതൊക്കെ ഒരുക്കി വെച്ചിട്ട് ഇപ്പം ഞാൻ തകർത്ത് കളയുന്നൊക്കെ ഇരിക്കും. പക്ഷെ അത് നിന്റെ മേൽ വരാൻ പോകുന്നില്ല. അത് നിന്റെ മേൽ തകരാൻ പോകുന്നില്ല. നിന്നെ തൊടാൻ പോകുന്നില്ല. അത് തകർക്കത്തില്ല. അത് തകരത്തില്ല. ദൈവത്തിന് സ്തോത്രം. അത് തകർക്കാൻ പറ്റുകയുമില്ല. ഹല്ലേലൂയ. അവൻ ആയുധപ്പുരയിൽ ചിലതൊക്കെ ഒരുക്കി വെക്കും. പക്ഷെ അവൻ്റെ ആയുധം അവിടെ തന്നെ ഇരിക്കും. അത് പുറത്തെടുക്കാൻ ദൈവം വിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അത് പുറത്ത് വരികയുമില്ല. സ്നേഹിതരെ, ഹല്ലേലൂയ. ചിലതൊക്കെ ഒരുക്കും, കെണികളൊക്കെ ഒരുക്കി നോക്കും. പക്ഷെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ധൈര്യത്തോടെ പറ. ഒന്നിനും ആമേനെ, ഒന്നിനും എന്നെ തകർക്കാൻ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഓ സ്തോത്രം. ഈ വെള്ളം നിന്നെ മുക്കിക്കൊല്ലത്തില്ല. ഈ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. ഈ വെള്ളത്തിന് നിന്നെ മുക്കിക്കൊല്ലാൻ പറ്റത്തില്ല. വെള്ളത്തിന്റെ ഓണർ പറയും, ഈ വെള്ളത്തിൽ കിടക്കുന്ന പിള്ള എന്റേതാ. ജീസസ്. ദൈവത്തിന് മഹത്വം. ഒന്നിനെയും കുറിച്ച് പേടിക്കരുത്. ഹല്ലേലൂയ. അവസാനം എലിയവൻ എന്താ സംഭവിച്ചേ? ആ മനുഷ്യൻ മരണം കാണാതെ സ്വർഗത്തിൽ കയറിപ്പോയി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു അല്ലേ? ആരംഭവും കൊള്ളായിരുന്നു അല്ലേ? അവസാനം എന്ത് ചെയ്തു? ദൈവത്തോട് കൂടെ നടന്നു. കുടുംബം ഉണ്ടായിരുന്നില്ലേ? കല്യാണം കഴിഞ്ഞ ആളാണ്, മക്കളുണ്ടായിരുന്നു, കുടുംബം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വേറെ ഒന്നും പറയുന്നില്ല. അയാൾ യേശുവിനോട് കൂടെ, കുടുംബം കളഞ്ഞിട്ട് പോയെന്നാണോ? ഇല്ല, യേശുവിനോട് കൂടെ അയാൾ നടന്നു. പ്രതികൂലം ഇല്ലെന്നാണോ? പ്രശ്നം ഇല്ലെന്നാണോ?
തലമുറകളെല്ലാം നല്ല ക്ലീൻ ആയിരുന്നാണോ? ഇനി ഭാര്യ നല്ല ക്ലീൻ ആണെന്ന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കർത്താവിനെ അറിയാവോ അവിടെ എന്താണെന്ന്? ബാക്കിയെല്ലാം ദൈവത്തിനെ അറിയാവോ? പക്ഷേ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അയാൾ യേശുവിനോട് കൂടെ ആര് കൂടെ നടക്കുമോ? അപ്പൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാർവോടണച്ചിടുമേ. അപ്പൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാർവോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി അർത്തുഘോഷിക്കും സന്തോഷത്താ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി അർത്തുഘോഷിക്കും സന്തോഷത്താ. ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. 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 കണ്ണുകൾ കോതിച്ചിടുന്നേ, ഉള്ളം തൂടിച്ചിടുന്നേ, നാദാ നിന്നൂടെ വരവിനായി. കണ്ണുകൾ കോതിച്ചിടുന്നേ, കൃപ നാദാ നിന്നൂടെ വരവിനായി. പാരിൽ കാറ്റതകൾ ഏറും ദിനം തോറുവേ കാന്തവേഗം നീ വന്നിടണേ. പാരിൽ കാറ്റതകൾ ഏറും ദിനം തോറുവേ കാന്തവേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ കൃപ ദൈവശക്തി പ്രാപിച്ചേ, ആ ദൈവകൃപ പ്രാപിച്ചേ. ക്ഷീണങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, ബലഹീനതകൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ഭയപ്പാടുകൾ ഉടയട്ടെ, ഭയത്തിന്റെ ആത്മാവ് ഉടയട്ടെ, ഭയത്തിന്റെ ആത്മാവ് ഉടയട്ടെ, പേടിയുടെ ആത്മാവ് ഉടയട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ തകരട്ടെ, ശത്രു പോരുകൾ ഉടഞ്ഞു മാറട്ടെ, ഇരുട്ടുകൾ നീങ്ങിപ്പോകട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ശരീരങ്ങൾ ഫ്രീ ആകട്ടെ, കൈകാലുകൾ ഫ്രീ ആകട്ടെ, മനസ്സ് ഫ്രീ ആകട്ടെ, കുടുംബങ്ങൾ ഫ്രീ ആകട്ടെ, തലമുറകൾ ഫ്രീ ആകട്ടെ. ഭവന തലങ്ങൾക്കകത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ മാനസികമായി ശാരീരികമായി വെല്ലുവിളിക്കുന്ന സകല ശത്രുവിന്റെ മുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ ഒടിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാനോക്ക് കൂടെ ദൈവത്തോട് കൂടെ നടന്നു. കർത്താവ് മരണമില്ലാതെ അയാൾ എന്ത് ചെയ്തു? കയറിപ്പോയി. അപ്പോൾ ഏലിയാവും കൂടെ നടന്നു. ആരംഭവും കൊള്ളായിരുന്നു, അവസാനവും ഇടയ്ക്കും അല്പം ഒന്ന് ഡിമ്മായില്ലേ? അല്പം ഒന്ന് ഭയം വന്നു. ഭയം 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 നമ്മളെ ഒതുക്കിക്കളയും. ഭയം ഒരു കെണിയാണ്. ഭയം വന്നാൽ നമ്മൾ ഒതുക്കും. അത് ഒതുക്കാതിരിക്കണമെങ്കിൽ ഭയത്തെ കുടഞ്ഞ് വെളിയിൽ വരണം. അത് ഇതൊക്കെ ചിന്ത വന്ന് നമ്മളെ ഭയപ്പെടുത്തി കളയും, പേടിപ്പിച്ച് കളയും. ഇനി എന്താകും, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വേണ്ട പലതും. ഇനി അതായിരിക്കുമോ, ഇനി ഇതായിരിക്കുമോ, ഇനി അപ്പുറത്തായിരിക്കും, ഇങ്ങനെ പറഞ്ഞ് ചിന്തിച്ച് ഇല്ലാത്തതെല്ലാം വന്നു കയറും. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലാത്തതെല്ലാം വന്നു കയറും. ഭയം ഒരു കെണിയാണ്, നമ്മളെ കെണിയിൽ വീഴ്ത്തിക്കളയും ഭയം. അപ്പം ഭയത്തെ പൊട്ടിക്കാൻ യേശു പറഞ്ഞു, യോഹന്നാൻ അപ്പോസ്തലനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, മരണത്തിൻ്റെ പാതാള താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കണ്ടോ? തട്ടി ബലപ്പെടുത്തി യോഹന്നാൻ അപ്പോസ്തലനെ എഴുന്നേൽപ്പിച്ചു, ഭയം പൊട്ടിച്ചു. കണ്ടോ? ഭയം ഒരു കെണിയാണ്. ഈ ഭയം നമ്മൾ പാടില്ല. ഭയം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. പേടിക്കരുത്. പേടി നമ്മൾ ഒതുക്കിക്കളയും, ചൂരച്ചെടി ചൂട്ടി കൊണ്ടുപോകും, ഗുഹയ്ക്കകത്തിരുത്തും, പുറം ലോകത്തോട്ട് വരാൻ പറ്റാതാക്കും, ഒന്നും ചെയ്യാൻ പറ്റാതാക്കും, നമ്മൾ അനക്കമില്ലാതായി കളയും. ഭയം അത് നമുക്ക് പാടില്ല.
നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? ഭയത്തെ ഉടച്ചു കളയണം. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ളൊരു ധൈര്യം, എൻ്റെ ദൈവം അറിയാതെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഹാനോക്കിൻ്റെ ആരംഭവും ഹാനോക്കിൻ്റെ ആ കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിനോട് കൂടെ നടന്നത് മുതൽ മരണം വരെ അയാൾ കർത്താവിൻ്റെ കൂടെ നടന്നു, എടുക്കപ്പെട്ടു. ഏലിയാവിൻ്റെയും തിസ്ബിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇതാ ദൈവം കൊടുത്ത ശുശ്രൂഷകൾ തികച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയം വരുന്നു. ഭയം തന്നെ ഒതുക്കാൻ നോക്കി, മരിക്കാൻ നോക്കി. ദൈവം വിട്ടില്ല, ദൂതനെ അയച്ചു. അടുത്ത് ദൈവം തന്നെ ഇറങ്ങി വന്നു, ഗുഹയ്ക്കകത്തുനിന്ന് പൊളിച്ച് പുറത്തു കൊണ്ടുവന്നു, ആത്മാവിനാൽ നിറച്ചു, അടുത്ത ശുശ്രൂഷയിൽ തികച്ചിട്ട് ഇനി അയാളിലൂടെ കൈമാറേണ്ട പുതപ്പും കൂടെ എലീശയ്ക്ക് കൈമാറിച്ചിട്ട്, ഓ നിങ്ങൾക്ക് വല്ലം പിടി കിട്ടുന്നുണ്ടോ? അയാളിലൂടെ ഉള്ള സ്വത്ര അഭിഷേകത്തിന്റെ പുതപ്പ് വരെ കൈമാറാൻ വേണ്ടി ദൈവം ഒരുക്കി. കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അർത്ഥം പൈതൽ, നിന്റെ മേലൊരു അഭിഷേകത്തിന്റെ പുതപ്പുണ്ട്. നോക്കിയേ, നോക്കിയേ. ആ ഭയം വന്നു. അയാൾ മരണത്തിന് ചിന്തിച്ചോ ഇല്ലേ? മരിച്ച വന്ന് ചിന്തിച്ചോ ഇല്ലേ? പിന്നെ എങ്ങനെ ഇയാൾക്ക് പുതപ്പ് കൊടുക്കാൻ പറ്റി എലീശയ്ക്ക്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. നമ്മൾ പറയും ഇത് കുഴപ്പം തന്നെ, ഇതെല്ലാം കൂടെ കുഴപ്പം തന്നെ എന്നല്ലേ പറയൂ? അങ്ങനെയാണെങ്കിൽ കുഴപ്പത്തിൻ്റെ പുതപ്പാണ് ഏലിയ കൊടുത്തേ? നിങ്ങൾ പറ. കാരണം എന്താ? ഇയാളുടെ അകത്ത് ഭയം ഉണ്ടപ്പോൾ അകത്തെന്തിരുന്നു? പരിശുദ്ധാത്മാവ്. കണ്ടോ? അത് നിന്റെ അകത്തുണ്ടെന്ന്. ഭയം നിന്നെ ഒതുക്കി കളയല്ലെന്ന്. നിങ്ങൾ എത്ര വഴി വചനം വെളിപ്പെടുന്ന എനിക്കറിഞ്ഞൂടാ. ഹല്ലേലൂയ. ഭയം നിങ്ങളെ ഒതുക്കരുത്. ഭയത്തെ കുടഞ്ഞു വെളി വരണം. ഹല്ലേലൂയ. ഭയം വിട്ടുപോട്ടെ, ശരീരങ്ങളെ വിട്ടുപോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭയങ്ങൾ നീങ്ങിപ്പോകട്ടെ. സ്തോത്രം. അപ്പോൾ അവിടെ ഏലിയാവിനെയും പുറത്തു കൊണ്ടുവന്നു. അതുപോലെ പഴയ നിയമത്തിനകത്ത് ഒരുപാട് വിശുദ്ധന്മാർ ആരംഭവും കൊള്ളാമായിരുന്നു, അവസാനവും കൊള്ളാമായിരുന്നു. എന്നാൽ ഒരുപാട് പേർ ആരംഭം കൊള്ളാം, കുറച്ച് ദിവസം കർത്താവിന് വേണ്ടി നിന്നു, വിശുദ്ധിയോടൊക്കെ ജീവിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പാപം ചെയ്തു, വീണുപോയി. ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് പേർ. ഇതുപോലെ ശിംശോന്റെ ആരംഭം കൊള്ളാമായിരുന്നു, നല്ല കൃപയോടെ ജീവിച്ചു. കൃപയോടെ അഭിഷേകത്തോടെ ശിംശോൻ ജീവിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് പാപത്തിൻ്റെ ശക്തി വന്നു. പാപം തന്നെ കീഴടക്കി. ദലീമയുടെ അടുക്കൽ പോകാനിടയായി തീർന്നു. ആ ദലീമയുടെ മടിയിൽ കിടക്കാനിടയായി തീർന്നു. അവൾ ഇവന്റെ ഹൃദയം കവർന്നെടുത്തു. ഇവന്റെ ശക്തി ഏതിലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. തലമുടി എല്ലാം വെട്ടി ഇവൻ പൊട്ടക്കണനായി മാറി. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ശക്തി പോകാൻ പാപം വന്നാൽ മതി, ശക്തി പോകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ശക്തി എല്ലാം പോയി അവസാനം എന്താ സംഭവിച്ചേ? പൊട്ടക്കണ്ണനായി. അവസാനം എന്താ സംഭവിച്ചേ? വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവസാനം ഒരു വാക്കുകൂടെ പ്രാർത്ഥിച്ചു. എന്തോന്ന്? കർത്താവേ, ഒരിക്കലത്തേക്ക് എനിക്ക് അങ്ങയുടെ ശക്തിയെ തരണമേ. കണ്ടോ? ശക്തി വന്നോ ഇല്ലേ? വന്നു. ബാക്കി കർത്താവിനെ അറിയാം, അങ്ങോട്ട് ഞാൻ പറയുന്നില്ല. ശക്തി വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അനേകരുടെ ആരംഭം കൊള്ളായിരുന്നു, അനേകരുടെ അവസാനവും കൊള്ളാമായിരുന്നു. ആരംഭത്തെക്കാൾ അവസാനം ഇരട്ടി ശക്തിയോടെ പോയവരുണ്ട്. ആരംഭത്തിൽ കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചും കർത്താവിനെ മഹത്വപ്പെടുത്തി ഇറങ്ങിയ അനേകര് പിന്മാറിപ്പോയ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ചങ്കത്ത് കൈവച്ച് ഒരു വരി പറയാം. യേശുവിനെ കണ്ടിറങ്ങിയ ഒരു വ്യക്തി തകർക്കാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും കഴിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിനകത്ത് ഞാൻ 3-4 ആഴ്ച കൊണ്ട് കുറേശ്ശെ പറയുകയാണ്. ഇന്ന് അത്രയും പറഞ്ഞ് പൂർത്തീകരിപ്പിക്കുക ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, അവിടെ ആ മനുഷ്യനെ തകർക്കാൻ പല ശക്തികളും വന്നെങ്കിൽ ദമസ്കോസ് മുതൽ ഓടാൻ തുടങ്ങിയത് പ്രതികൂലം തൻ്റെ ജീവിതത്തിനകത്ത് കൊട്ടയ്ക്കകത്താക്കി ഒതുക്കാൻ നോക്കുമ്പോഴും ആ കൊട്ടയ്ക്കകത്തിരിക്കുന്ന മനുഷ്യനെ ഒതുക്കാൻ പല ശക്തികൾ നോക്കിയെങ്കിലും ശിഷ്യന്മാർ ചേർത്തില്ലെങ്കിലും 13-ാം അധ്യായത്തിനകത്ത് പുറത്തു വന്ന അതേ മനുഷ്യൻ്റെ മേൽ ആമേൻ നോക്കിക്കേ. 13 കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അയാളെ ഒതുക്കാൻ നോക്കി, ഒറ്റപ്പെടുത്താൻ നോക്കി. എന്നാൽ 13-ൽ പുറത്തിറക്കിയ ദൈവം 13, 14, 15, 16, 28 അധ്യായം അയാളെ കൊണ്ട് എഴുതിപ്പിച്ച്, അയാളുടെ കാര്യങ്ങളെ എഴുതിപ്പിച്ച്, അയാളിലൂടെ നടന്ന ശുശ്രൂഷകൾ എഴുതിപ്പിച്ച്, റോമർക്ക് ലേഖനം എഴുതിപ്പിച്ച്, കൊരിന്ത്യർക്ക് ലേഖനം 2 ലേഖനം എഴുതിപ്പിച്ച്, തിമോഥെയോസിന്റെ ലേഖനം എഴുതിപ്പിച്ച്, ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിപ്പിച്ച്, കൊലോസ്യർക്ക് ലേഖനം എഴുതിപ്പിച്ച്, തെസ്സലോനിക്ക ലേഖനം എഴുതിപ്പിച്ച്, ഹല്ലേലൂയ, തീത്തോസിന്റെ ലേഖനം എഴുതിപ്പിച്ച്, ഇങ്ങനെ ഓരോ ലേഖനങ്ങളായി അപ്പോസ്തലനെ കൊണ്ട് എഴുതിപ്പിച്ച് എത്ര ലേഖനങ്ങളിലൂടെ ദൈവം കടത്തിവിട്ട് 3-ാം സ്വർഗത്തോളം കൊണ്ടുപോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപകൾ അനുഭവിച്ച ഈ ഭക്തനെ ഒതുക്കാൻ ഒരു ശക്തി കഴിയില്ല. കാരണം അയാളോട് ചോദിച്ച അയാൾ പറയും, ആമേൻ, ഞാൻ ഒരാളിനെ കണ്ടിറങ്ങിയതല്ല, ആമേൻ, ഞാൻ ഒരു ശക്തി കണ്ടിറങ്ങിയതല്ല, ഞാൻ വേറെ ഒരു
മനുഷ്യൻ പറഞ്ഞിട്ട് ഇറങ്ങിയതല്ല. ഞാൻ സർവശക്തന്റെ വിളി കേട്ട് ആ സർവശക്തനെ കണ്ട് ഞാൻ ഇറങ്ങിയതാണ്. അതുകൊണ്ട് എന്നെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയുന്നില്ല. കാരണം എല്ലാറ്റിനും മേലായ ശക്തിക്കകത്ത് ഞാൻ ഒതുങ്ങിയിരിക്കുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ മകളെ, നിന്നെ ഒതുക്കാൻ നോക്കുമ്പോൾ നീ ഒതുങ്ങത്തില്ല, തകരത്തില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ചേ. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. 22-6 വായിച്ചേ. 22-6 അപ്പോസ്തല പ്രവൃത്തി 22-6 വായിച്ചേ. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഈ മനുഷ്യൻ 9-ാം അധ്യായത്തിനകത്ത് കർത്താവിന്റെ കൃപ പ്രാപിച്ചപ്പോൾ ഈ മനുഷ്യനൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. നമുക്കിന്ന് അനേകരുടെ ആദ്യ സാക്ഷ്യം ഇന്ന് ഇപ്പൊ ഇല്ല. അനേകർക്ക് ആദ്യത്തെ സാക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കില്ല. എന്നാൽ ഈ മനുഷ്യന്റെ ആദ്യത്തെ സാക്ഷ്യം ചോദിച്ചാൽ അയാൾ പറയും, ഞാൻ പത്രവും വാങ്ങി വന്നതാണ്, പക്ഷെ എന്നെ തകർക്കുന്ന ഒരു ശക്തി, എന്നെ തകർക്കുന്ന ഒരു വെളിച്ചം, എന്നെ തകർക്കുന്ന ഒരു കൃപ എൻ്റെ മേലെ ഇറങ്ങി എന്നെ പേര് ചൊല്ലി വിളിച്ചു, എന്നെ പേര് ചൊല്ലി വിളിച്ചു, എന്നെ പേര് ചൊല്ലി വിളിച്ചു, എന്നെ പേര്. ഓ, നിന്നെ പേര് ചൊല്ലി വിളിച്ചതല്ലേ, നിനക്ക് വചനം തന്ന് വിളിച്ചതല്ലേ, നിന്നെ പേര് ചൊല്ലി ചിലതിൻ്റെ അകത്തുനിന്നല്ല കെട്ടുപൊട്ടി ചിറക്കിയ ദൈവത്തെ നീ മറന്നുപോയോ? ആമേൻ. ഇവൻ മറന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും ശക്തിക്ക് മീതെ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോവുകയാണ്. ആമേൻ. 9-ാം അധ്യായത്തിനകത്ത് ശക്തി പ്രാപിച്ചവൻ ആമേൻ 10-ൽ തീർന്നില്ല, 11-ൽ തീർന്നില്ല, 12 തീർന്നില്ല, 15-ൽ തീർന്നില്ല, 17-ൽ തീർന്നില്ല, 19-ൽ തീർന്നില്ല, 22-ാം അധ്യായം വീണ്ടും സാക്ഷ്യം പറയുമ്പോൾ ആ സാക്ഷ്യത്തിന്റെ ശക്തി ഇരട്ടിയായി. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ സ്നേഹം അതിൻ്റെ ഇരട്ടിയായി എത്ര പേർക്കുണ്ട്? ഇരട്ടിയായത്. അന്നത്തെക്കാൾ സ്നേഹം എനിക്ക് ഇന്നുണ്ടെന്ന് പറയാം. അന്നത്തെക്കാൾ സാക്ഷി ഇന്ന് എനിക്കുണ്ടെന്ന് പറയാം. കണ്ടോ, കർത്താവിനെ കണ്ടിറങ്ങിയവൻ്റെ കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങിയ കൃപ 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 കൃപ. ഓ, അസാധാരണമായ കൃപ. ഇതിനകത്ത് ചിലത് പ്രാപിച്ചിട്ടേ പോകാവൂ. വന്നതുപോലെ ആരും പോകരുത്. വന്നതുപോലെ പോകരുത്. ആ മനുഷ്യന്റെ അന്നത്തെ സാക്ഷ്യം അല്ല ഇന്ന്. ഓ, അന്നത്തെ കാലം ഇരട്ടി. ഇരട്ടി. അയാൾക്ക് പറയാൻ വർണ്ണിക്കാൻ വാക്കില്ല. അന്ന് വർണ്ണിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ്. 1 അധ്യായം കഴിഞ്ഞപ്പോൾ തീർന്നില്ല, 5 അധ്യായം കഴിഞ്ഞപ്പോൾ തീർന്നില്ല, ആമേൻ, 8 അധ്യായം കഴിഞ്ഞപ്പോൾ തീർന്നില്ല, 9 കഴിഞ്ഞ് 22-ൽ വരുമ്പോൾ, 22-ൽ 6-ൽ വരുമ്പോൾ, അന്നത്തെ കാലം വർഷങ്ങൾക്ക് ശേഷം എത്തുമ്പോൾ തീ കൂടി, ശക്തി കൂടി, അധികാരം കൂടി, ബലം കൂടി, കൃപ കൂടി, അഭിഷേകം കൂടി. ഓ, കൃപ. വിശ്വാസം കൂടി, എരിവ് കൂടി, ദാഹം കൂടി, അകത്തെ മനുഷ്യന്റെ ബലം വർദ്ധിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്കെത്രക്ക് മനസ്സിലായി? ഞാൻ പറയാം, യേശുവിനെ കണ്ട് ഇറങ്ങിയ ഒരുത്തനെ ഒരിടത്തും ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. ശക്തിക്ക് മീതെ ശക്തി വന്നുകൊണ്ടിരുന്നു, കൃപയ്ക്ക് മീതെ കൃപ വന്നുകൊണ്ടിരുന്നു. ആമ 22-6 പറയുന്നു, വായിച്ചേ. 22-6 9-ൽ പറഞ്ഞതുപോലെ അല്ല. 22-6 വായിച്ചേ. അങ്ങനെ പ്രയാണം ചെയ്തു ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. അടുത്ത് ഞാൻ നിലത്ത് വീണു. അടുത്ത് ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. കർത്താവേ, നീ ആർ എന്ന് ഞാൻ ചോദിച്ചതിനെ, നീ ഉപദ്രവിക്കുന്ന നസറേനായ യേശു ആകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും. കണ്ടോ, അപ്പ കണ്ടതല്ല ഇപ്പൊ അവൻ പറയും. അയാൾ മനുഷ്യൻ പറയാൻ, ദൈവഭക്തൻ പറയുന്നത്. പിന്നെ അതിനേക്കാൾ ഇരട്ടി വിശ്വാസവും ശക്തിയും കൂടി. നിങ്ങൾക്ക് മനസ്സിലായോ? ചിലർ ഒരു സാക്ഷ്യം പറയുമ്പോൾ ആദ്യത്തെ സാക്ഷ്യം എങ്ങനെ ഇരിക്കും? തീ പോലെ ഇരിക്കും. ആ സാക്ഷ്യം രണ്ടാമത് പറയുമ്പോൾ ആ തീ ഒരല്പം ഒന്നാണ്. മൂന്നാമത് പറയുമ്പോൾ അതിൻ്റെ മുക്കാലും കാണില്ല. നാലാമത് പറയുമ്പോൾ വീണ്ടും കുറേയും കൂടെ. 10ാമത്തെ പ്രാവശ്യം പറയാൻ സാക്ഷ്യം കാണും. എന്നാൽ ഈ മനുഷ്യൻ അങ്ങനെയല്ല. സാക്ഷ്യം കൂടി, അതിൻ്റെ ജീവൻ കൂടി, അതിൻ്റെ ശക്തി കൂടി, അതിൻ്റെ ഉറപ്പ് കൂടി, അതിൻ്റെ ബലം കൂടി. ഓ, നടക്കും തോറും, ക്രിസ്തുവിൻ്റെ കൂടെ നടക്കും തോറും അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് സാക്ഷ്യം പറയുമ്പോൾ കുറഞ്ഞതല്ല, വീണെന്നല്ല, അഭിഷേകം കുറഞ്ഞതല്ല, ശക്തി കുറഞ്ഞതല്ല, വിശുദ്ധ ജീവിതം കുറഞ്ഞതല്ല, പ്രാർത്ഥന കുറഞ്ഞതല്ല,
കുറഞ്ഞെന്നല്ല, പ്രാർത്ഥന കുറഞ്ഞെന്നല്ല. ഓ ഓ ജീസസ് ജീസസ് ജീസസ്, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കൂടി, പ്രാർത്ഥന കൂടി. ഇന്ന് പ്രാർത്ഥന കുറഞ്ഞാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം കഴിഞ്ഞ നാളുകൾ നഷ്ടപ്പെട്ടതിനെ മടക്കി പ്രാപിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവ് ചോദിക്കുന്നത് അതാ. ശൗൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ഒരുത്തൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന വർദ്ധിക്കട്ടെ, വിശ്വാസ ജീവിതം വർദ്ധിക്കട്ടെ, വിശുദ്ധ ജീവിതം വർദ്ധിക്കട്ടെ. ഭവനത്തിനകത്തുള്ള പ്രാർത്ഥന തലത്തിനകത്ത് ഒരു മാറ്റം വരട്ടെ. ജീസസ്, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ആമേൻ. അന്നത്തെ സാക്ഷ്യമല്ല, ചില വർഷം കഴിഞ്ഞ് പറഞ്ഞപ്പോൾ സാക്ഷ്യത്തിന്റെ പവർ കൂടി. വീണ്ടും 26-ാം അധ്യായത്തിൽ വീണ്ടും സാക്ഷി പറയുന്നുണ്ട്. 26-ാം അധ്യായം വായിച്ചേ, അപ്പോസ്തലപ്രവൃത്തി 26-13 വായിച്ചേ. ആ സാക്ഷ്യം ഒന്നാമത്തെ സാക്ഷിക്കലപ്പുറം, രണ്ടാമത്തെ സാക്ഷ്യത്തെക്കാളും അപ്പുറം. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നിലവാരത്തിൽ ആ മനുഷ്യൻ പറയുകയാണ്. സാക്ഷ്യത്തിന്റെ ബലം കുറഞ്ഞെന്നല്ല, സാക്ഷ്യത്തിന്റെ ശക്തി കുറഞ്ഞെന്നല്ല. ആമേൻ. എവിടെയും പറയാൻ പറ്റുന്ന യേശുവിന്റെ നാമത്തെ എവിടെ ഉയർത്താൻ പറ്റുന്ന, ചന്തക്കകത്ത് ഉയർത്താൻ പറ്റുന്ന, കല്യാണ വീട്ടിൽ ഉയർത്താൻ പറ്റുന്ന, കവലയിൽ ഉയർത്താൻ പറ്റുന്ന, ആമേൻ, ഏത് വീട്ടിലും ദുഃഖിക്കുന്നവന്റെ വീട്ടില്, വേദനയുടെ നടുവില്, ഭാരത്തിന്റെ നടുവില് ഉയർത്താൻ പറ്റുന്ന ഒരു നാമമുണ്ടെങ്കിൽ യേശുവിന്റെ നാമമേ ഉള്ളൂ. ഏത് വേദനയുടെ വീട്ടിലും, സന്തോഷത്തിന്റെ വീട്ടിലും, ദേശത്തിലും കവലയിലും, ഭൂതഗ്രസ്തരുടെ അടുക്കലും പറയാൻ പറ്റുന്ന ഒരു നാമമുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ നാമത്തിൽ ശക്തി കൂടാൻ തുടങ്ങി, ബലം കൂടാൻ തുടങ്ങി. ഇയാൾ കൃപയ്ക്ക് മീതെ കൃപ പ്രാപിച്ചു, ശക്തിക്ക് മീതെ ശക്തി പ്രാപിച്ചു. ഇന്നൊരാൾ സാക്ഷി പറഞ്ഞാൽ, കർത്താവിനെ കണ്ടിറങ്ങിയാണ് സാക്ഷി പറഞ്ഞാൽ, ആ സാക്ഷിക്ക് ശക്തി കൂടും. പിറ്റെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ല, ഞാൻ അതിനേക്കാളും ചിലതും കൂടെ. ആമേൻ ആമേൻ. ഓ, ആരെയൊക്കെ കർത്താവിനകത്ത് കാണുകയാണ്. അപ്രകാരം ഒരു സാക്ഷ്യത്തിൽ നിൽക്കാൻ, അപ്രകാരം ഒരു തീയായി മാറാൻ, അപ്രകാരം ഒരു തീ കഷ്ണമായി മാറാൻ ഇതിനകത്ത് കഴിഞ്ഞ നാൾ എവിടെയെങ്കിലും കെട്ടുപോയെങ്കിൽ, കെട്ടപ്പെട്ടെങ്കിൽ, ഭയം വന്നെങ്കിൽ, പേടി വന്നെങ്കിൽ, മാനുഷിക വാക്ക് വന്നെങ്കിൽ, പിശാചിന്റെ മണ്ഡലം വന്നെങ്കിൽ അവയെല്ലാം ഇന്ന് ഉടച്ച്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വത്ര മനുഷ്യന്റെ വാക്ക് ചിലരെ ഒതുക്കും, ചിലരെ മനുഷ്യന്റെ വാക്കൊന്നും ഒതുക്കത്തില്ല. ഏലിയാവിന് മനുഷ്യന്റെ വാക്ക് ഒതുക്കി, ചിലര് മനുഷ്യന്റെ വാക്ക്. നമുക്ക് നേരിട്ടൊരാൾ നമ്മളെ എന്തെങ്കിലും നമ്മളോട് സംസാരിച്ചാൽ നമുക്ക് ഉടനെ വിശ്വസിക്കാം. എന്താണ് എന്നോട് പറഞ്ഞല്ലോ എന്ന് പറയാം. അല്ലാതെ നമ്മൾ അറിഞ്ഞാൽ വിശ്വസിക്കരുത്. ആൾ നേരിട്ട് പറഞ്ഞാലേ വിശ്വസിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒതുക്കാൻ ദുഷ്ടൻ ഏതെങ്കിലും പദ്ധതി ഒരുക്കി നിങ്ങളെ കൃപ നഷ്ടപ്പെടുത്തി മാനുഷികമായ വാക്കിൽ ഒതുക്കി നിങ്ങളെ തകർത്ത് കളയും. മനസ്സിലാവുന്നുണ്ടോ? ഇസബേലിന്റെ ശക്തി ഇറങ്ങിയാൽ ചിലർ കള്ളത്തനമൊക്കെ പറഞ്ഞു കളയും, അറിയാത്തതും ചിന്തിക്കാത്തതൊക്കെ അങ്ങ് പറഞ്ഞു കളയും. പറയുമ്പോൾ അറിയത്തില്ല, ദൈവത്തിന് സ്വത്രം അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളോട് നേരിട്ട് പറഞ്ഞാൽ നമുക്കറിയാം. ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ചിന്തിക്കുന്നൊരു വിഷയമുണ്ട്. ഞാൻ അതങ്ങോട്ട് ചിന്തിച്ചാൽ ഭയം വന്ന് കെട്ടപ്പെടും. ഞാൻ ചിന്തിക്കുന്ന ആരെന്നറിയാമോ? ദൈവത്തെ നോക്കും. സാരമില്ല. ചിലപ്പോൾ അവർ മനസാക്ഷി പോലും അറിഞ്ഞ ആരും അറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ പൂട്ടിക്കാൻ പലരും ശത്രു അറിയാത്ത ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളെ ഒതുക്കാൻ വേണ്ടി ചിലർ പറയും. പേടിക്കരുത് അതൊന്നും. നമ്മളോട് നേരിട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നു. അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മളെ പൂട്ടാൻ വേണ്ടി ശത്രു ചിലപ്പോൾ അടവ് മറ്റുള്ളവരിലൂടെ പ്രയോഗിക്കും. കള്ളത്തരമായിരിക്കും. ഒതുങ്ങിക്കളയല്ലേ, ശക്തിയോടെ കുടഞ്ഞിട്ട് പറ, അമ്മേ ഞാൻ എൻ്റെ അപ്പനെ കണ്ടിറങ്ങിയതാ, എന്നെ ഒതുക്കാൻ ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു ഇരുട്ടിനും, ഒരു അന്ധകാര ശക്തിക്കും, ഒരു മാനുഷിക ശക്തിക്കും കഴിയത്തില്ല. ജീസസ്. പേടിപ്പിക്കുന്ന വാക്കുകൾക്ക്, ഭയപ്പെടുത്തുന്ന വാക്കുകൾ കഴിയത്തില്ല. ധൈര്യത്തോടെ പറഞ്ഞേ, പേടിപ്പിക്കുന്ന വാക്കുകൾക്ക് കഴിയത്തില്ല, ഭയപ്പെടുത്തുന്ന വാക്കുകൾ കഴിയത്തില്ല. നമ്മളെ ഒതുക്കിക്കളയും. ഭയം നമ്മളെ ഒതുക്കിക്കളയും. ചില സ്വപ്നം ചിലർ കണ്ട് പിന്നെ ഒതുക്കിക്കളയോരെ. സ്വത്രം അനേകർ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ കണ്ടു, ഇങ്ങനെ സംഭവിച്ചു പോകുമോ പേടി. സ്വപ്നം നിങ്ങൾ ഒതുക്കരുത്. ആ സ്വപ്നത്തെ ദൈവം കൊടുത്തിട്ട് പറയണം, ഇല്ല, എൻ്റെ ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ നടത്താൻ കർത്താവ് അറിയാതെ ഒരു മുടി പോലും പൊഴിയത്തില്ല. ഉറപ്പെന്ന് പറഞ്ഞ് ദൈവകരങ്ങൾ കൊടുത്ത് ധൈര്യപ്പെടണം.
അപ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങും, ശത്രുവിന്റെ മണ്ഡലങ്ങളെല്ലാം പൊളിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒതുക്കാൻ ചിലപ്പോൾ ചില പദ്ധതികളും ചിലപ്പോൾ ആലോചനകളൊക്കെ ഇരുട്ടിടും. പേടിക്കരുത്. ആ പേടിയ ദൈവകരങ്ങൾ കുടഞ്ഞിട്ട് ശക്തിയോടെ പുറത്തു വരണം. ഹല്ലേലൂയ. ബലത്തോടെ പുറത്ത് വരണം. കർത്താവ് നമ്മുടെ അകത്ത് നിറഞ്ഞു നിൽക്കുക. നമ്മൾ പേടിക്കല്ലേ. അപ്പോൾ ഈ മനുഷ്യനെ ഒതുക്കാൻ പലതും നോക്കി. പക്ഷേ ഈ മനുഷ്യൻ ഇറങ്ങിയത് ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല, ഒരു ദേശത്തെ കണ്ടിട്ടില്ല, ഒരാൾ പറഞ്ഞിട്ടുമല്ല. എൻ്റെ ദൈവത്തെ കണ്ടിറങ്ങിയവൻ ഓരോ ദിവസവും സാക്ഷ്യത്തിന്റെ മേൽ സാക്ഷ്യം, സാക്ഷ്യത്തിന്റെ മേൽ സാക്ഷ്യം. 26:13 വായിക്കുമ്പോൾ വായിച്ചേ. രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്ത് നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും അവിടെ വന്നപ്പോ 9 പറഞ്ഞതല്ല, 22 പറഞ്ഞതല്ല, സ്വത്രം 26 വന്നപ്പോൾ ആ സാക്ഷ്യത്തിന്റെ ശക്തി വർദ്ധിച്ചു. ഹല്ലേലൂയ. ആ സാക്ഷ്യത്തിന്റെ വാക്കുകൾ, വരികൾ വർദ്ധിച്ചു. ഇന്ന് ഞാൻ പറയാം, അയാളുടെ ആരംഭം കൊള്ളായിരുന്നു അല്ലേ? ഇപ്പൊ കുറെ കൂടെ ശക്തി കൂടിയില്ലേ? ഓരോ ദിവസം ശക്തി കൂടിയോ കുറഞ്ഞോ? കൂടണം. പറഞ്ഞേ കൂടണം. പറഞ്ഞേ കൂടണം. പറഞ്ഞേ കൂടണം. 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 പറഞ്ഞേ വാ തുറന്ന് പറ. വാ തുറന്ന് പറ. എന്നെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നെ വിളിച്ച എന്റെ ദൈവമാണ്. വേർതിരിച്ച എന്റെ ദൈവമാണ്. എന്നെ കർത്താവ് പുറത്തു കൊണ്ടത് എന്റെ ദൈവമാണ്. എന്റെ ദൈവം അറിയാതെ എനിക്ക് ഒന്നുമില്ല. എന്റെ കുടുംബത്തെ ദൈവം നോക്കിക്കൊള്ളും. എന്റെ തലമുറയെ ദൈവം നോക്കിക്കൊള്ളും. എനിക്ക് കുടുംബജീവിതം തന്ന ദൈവം ബാക്കി ദൈവം നോക്കിക്കൊള്ളും. എനിക്ക് ഭാവി തന്ന ദൈവം ബാക്കി നോക്കിക്കൊള്ളും. എന്റെ വിദ്യാഭ്യാസം ദൈവം നോക്കിക്കൊള്ളും. ആരൊക്കെ ധൈര്യത്തോടെ പറയും എന്നെ മുഴുവൻ ആരെ നോക്കിക്കൊള്ളും? ആരൊക്കെ പറയുന്നുണ്ട്? നിങ്ങൾ പറയുന്നുണ്ടോ? ദൈവം നോക്കിക്കൊള്ളും. പറഞ്ഞേ എൻ്റെ കാര്യം മുഴുവൻ ആരെ നോക്കിക്കൊള്ളും? ദൈവം നോക്കിക്കൊള്ളും. പറഞ്ഞേ എന്നെ മുഴുവനും ദൈവം നോക്കിക്കൊള്ളും. ആരൊക്കെ പറയും എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവത്തെ കണ്ടാ ഞാൻ ഇറങ്ങിയ? പറഞ്ഞേ യേശുവിനെ കണ്ടിറങ്ങിയതാ. പറഞ്ഞേ യേശുവിനെ കണ്ടിറങ്ങിയതാ. പറഞ്ഞേ എരിഹോമേ നീ ഇടിഞ്ഞ് തകരാൻ പോകുന്നു. പറഞ്ഞേ എനിക്കും എൻ്റെ ദൈവത്തിന് നടുവിൽ ഉയർന്ന് പൊങ്ങി നിൽക്കുന്ന എരിഹോമേ നീ ഇന്ന് ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ. ആരൊക്കെ പറയും? ധൈര്യത്തോടെ പറഞ്ഞേ. ധൈര്യത്തോടെ പറഞ്ഞേ. ധൈര്യത്തോടെ പറഞ്ഞേ. ധൈര്യത്തോടെ പറഞ്ഞേ. വ്യക്തമായി പറഞ്ഞേ. ദൈവത്തിന് എനിക്കും തമ്മിൽ ഇടയ്ക്ക് നിൽക്കുന്ന എരിഹോമേ നീ ഇടിയും. പറഞ്ഞേ നീ ഇടിയും. നിന്നെ അവിടെ പൊടി പോലും കാണത്തില്ല. ഹല്ലേലൂയ. നോക്കിക്കേ, എരിഹോ മതിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ മതിലായിരുന്നു. ഏത് മതില്? എരിഹോ മതിൽ. ഭയങ്കര മതിലായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു ആർപ്പിടാൻ പറഞ്ഞില്ലേ? ചുറ്റും കറങ്ങാൻ പറഞ്ഞു, സ്തോത്രം പറയാൻ പറഞ്ഞു, ആർപ്പിടാൻ പറഞ്ഞില്ലേ? ആർപ്പിട്ടു. ഞാൻ പറയാം സഹോദരങ്ങളെ, ആ എരിഹോവിൻ്റെ ഒരു പൊടി പോലും കാണാനില്ല. ഞാൻ ചിന്തിക്കുന്നതെല്ലാം ഭൂമിയുടെ അടിയിലോട്ടെല്ലാം പോയി കാണും. അവിടെ എരിഹോ ഇരുന്ന ഒരു അഡ്രസ്സ് പോലും ആ ദേശത്തില്ല. കാരണം ദൈവം ചിലത് അഡ്രസ്സ് മാറ്റിയാൽ നിനക്കെതിരെ ക്രിസ്തു നീ തമ്മിലെ ബന്ധത്തിനെതിരെ തകർക്കാൻ നോക്കുന്ന ചില അന്ധകാര ശക്തിയുടെ തായ് വേഗനെ അവൻ അവിടെ ഉണ്ടായിരുന്നത് പോലും തിരിച്ചറിയാത്ത രീതിയിൽ ദൈവത്തിന് സ്തോത്രം. നിന്നെ ഭയപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന, എല്ലാത്തെയും തച്ചുടക്കുന്ന ദൈവം അതിൻ്റെ അഡ്രസ് പോലും ഇല്ലാതെ മായ്ച്ചു കളയുന്ന ദൈവം നമ്മുടെ ആലയത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. നോക്കിയേ, 9 പറഞ്ഞ സാക്ഷ്യമല്ല ഇപ്പൊ ഇവിടെ 22 പറഞ്ഞതല്ല ഇപ്പൊ ഇവിടെ 26 ശക്തിക്ക് മേൽ ശക്തി കൂടി. 26 24 മുതൽ 29 വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചേ. 26 24 മുതൽ ഇങ്ങനെ പ്രതിപാദിക്കയിൽ പൗലോസേ നിനക്ക് ഭ്രാന്തുണ്ട്. പൗലോസിനെ കൊണ്ട് നിർത്തിയിരിക്കുക. സ്തോത്രം. എന്നാൽ അപ്പോസ്തലൻ തളർന്നില്ല. അപ്പോസ്തലൻ ഒരിടത്തും തളർന്നില്ല. അയാളെ തളർത്താൻ നോക്കി, പക്ഷെ അയാളെ തളർത്താൻ പറ്റില്ല. കാരണം ബാല്യക്കൽ ഇടത് വീഴും. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്ന പൈതൽ എന്ത് പുതുക്കും? അപ്പൊ ഇയാളുടെ അകത്തിരിക്കുന്ന ശക്തി തളരാത്ത ദൈവത്തിന്റെ ശക്തി. നിങ്ങൾക്ക് മനസ്സിലായോ? തളരുന്ന ശക്തിയല്ല ഈ മനുഷ്യന്റെ അകത്തിരിക്കുന്നത്. ഓ ആമേൻ. സൈന്യത്തിന് ദൈവം തളരുന്ന ദൈവമല്ല. ആ ശക്തി തളരത്തില്ല. തളരാത്ത ശക്തി പ്രാപിച്ചവനെ തളർത്താൻ. നിങ്ങൾ ആർക്കൊക്കെ ആ ശക്തി വേണമെന്ന് പറഞ്ഞേ, കർത്താവേ എനിക്ക് ആ ദൈവകൃപ വേണം. അപ്പൊ പറഞ്ഞേ, കർത്താവേ ദൈവത്തിന്റെ ശക്തി എനിക്ക് വേണം. ദൈവത്തിന്റെ കൃപയില്ല എനിക്ക് പറ്റത്തില്ല. ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റത്തില്ല സ്നേഹിതരെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കടലിൽ കിടക്കുന്ന മത്സ്യത്തെ കരയിൽ കിടന്നാൽ ജീവിക്കാൻ പറ്റുമോ? അതിനെ പറ്റുമോ? ഇല്ല. അതുപോലെ നമ്മളാകണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ശ്വാസം കിട്ടാതെ വെട്ടി വലിച്ച് പോകണം എന്നാണോ? പിന്നെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു അനുഭവം. പരിശുദ്ധ ആത്മാവില്ലാതെ ഒരു സെക്കൻഡ് പോലും ആത്മാവില്ലാതെ കരയിൽ കിടക്ക
ആത്മാവിനകത്ത് ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്? ആരൊക്കെ പറയുന്നുണ്ട് കർത്താവ് എനിക്കത് വേണം? ആരൊക്കെ പറയുന്നുണ്ട് അപ്പാ മത്സ്യത്തിന് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുന്നത് പോലെ കർത്താവിന് ആത്മാവില്ലാതെ എനിക്ക് ഒട്ടും പറ്റത്തില്ല അപ്പാ. പരിശുദ്ധ ആത്മാവിന്റെ നദിക്കകത്ത് എന്നെ മുക്കണമേ, അതിനകത്ത് എന്നെ സഞ്ചരിക്കുമാറാക്കണമേ. അതിലൂടെ മാത്രം ഓ ജീസസ് ഞാൻ ആത്മാവിൽ നിറയട്ടെ, എൻ്റെ പാപ മനുഷ്യൻ മരിക്കട്ടെ, കർത്താവിൻ്റെ കൃപ ഇറങ്ങട്ടെ, ആത്മാവിൽ സഞ്ചരിക്കുന്ന ആളായി മാറട്ടെ. ആത്മാവിൽ അവൻ ചെന്നു, ആത്മാവ് അവനെ പുറപ്പെടുവിച്ചു, കരം അവനെ പുറപ്പെടുവിച്ചു, ആത്മാവ് അവനെ എടുത്തോണ്ട് പോയി. പിന്നെ ഫിലിപ്പോസിനെ കണ്ടില്ല. ആത്മാവ് ആരൊക്കെ പറയും? ആരൊക്കെ പറയും പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ എന്നിൽ നിറയുക. അപ്പ പറഞ്ഞേ പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ. മുട്ടോളം പോരാ, അരയോളം പോരാപ്പാ, എന്നിൽ നിറയണം. പറഞ്ഞേ എന്നിൽ നിറയണം. പരിശുദ്ധ ആത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധ ആത്മാവേ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. വായിച്ചടുത്ത വരി ടക്കനെ വായിച്ചേ. പൗലോസേ നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അടുത്ത് അതിന് പൗലോസ് രാജശ്രീ ഫെസ്തോസേ എനിക്ക് ഭ്രാന്തില്ല. യേശുവിനെ കണ്ടിറങ്ങിയവന് ഭ്രാന്തെന്ന് നിനക്ക് തോന്നും, പക്ഷെ ക്രിസ്തു ഉള്ളിൽ കയറിയവന് നിനക്ക് ഭ്രാന്തം തോന്നും. സത്യ ആ ഭ്രാന്ത് ക്രിസ്തുവിലുള്ള ആത്മാർത്ഥമായ ബന്ധത്തിന്റെ ഭ്രാന്ത. ഓ ജീസസ് ജീസസ് ജീസസ്. ആത്മാർത്ഥമായ ബന്ധമുണ്ടെങ്കിൽ നീ ക്രിസ്തുവിന് വേണ്ടി യഥാർത്ഥമായി നിൽക്കുമ്പോ മനുഷ്യന് നിന്നെ ഭോഷനായിട്ട് തോന്നും, ഭ്രാന്തായിട്ട് തോന്നും. സാരമില്ല. സ്തോത്രം. ഹല്ലേലൂയ. കളിവാക്കായിട്ട് തോന്നും. പേടിക്കരുത്, പേടിക്കരുത്. ഹല്ലേലൂയ. നിനക്ക് ഭ്രാന്തുണ്ട്. ഒന്നുകൂടെ വായിച്ചാ വരി. നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. വിദ്യാബഹുത്വം അത്ര ജ്ഞാനമാ, പക്ഷെ ഈ മനുഷ്യ ആ ജ്ഞാനം ഒന്നും എടുത്തില്ല. ജ്ഞാനം എല്ലാം കത്തിച്ചിട്ട് അവിടെ നിൽക്കുന്നേ. ഓ അടുത്ത വരി. എന്ന് ഉറക്കെ പറഞ്ഞു. അതിന് പൗലോസ് രാജശ്രീ ഫെസ്തോസേ എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭ്രാന്ത് എനിക്ക് അമ്മേ ആത്മാവിൻ്റെ ഒരു ഭ്രാന്തമുണ്ട്. ഓ നിങ്ങൾക്ക് എത്ര പേർക്കുണ്ടത്? അവരെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. അവർ ചലിച്ചോണ്ടിരിക്കും, അവർ നിറഞ്ഞുകൊണ്ടിരിക്കും, അവരൊഴുകിക്കൊണ്ടിരിക്കും, അവർ ബലത്തിൻ്റെ മേൽ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കും, അവർ അന്ധകാര ശക്തികളെ തച്ചുടച്ചുകൊണ്ടിരിക്കും, അവർ കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കും, ആത്മാവിൻ്റെ അധികാരത്തോടെ നിറഞ്ഞ് പുറത്തു വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഇവിടെ ഇതാ സ്തോത്രം. ആമേ. അയാൾ പറയുകയാണ്. അടുത്തവർ വായിച്ചേ. ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നു. ഭ്രാന്ത് വന്നാൽ സുബോധം കാണത്തില്ല അല്ലേ? ഭ്രാന്ത് വന്നാൽ എന്ത് കാണത്തില്ല? മറ്റവർ വിചാരിച്ചു സുബോധം ഇല്ലാതെ ഇവൻ കിടന്ന് എന്തൊക്കെയോ പറയുകയാണ്. സുബോധത്തിന്റെ ആത്മാവാണ് ആത്മാവ്, പരിശുദ്ധ ആത്മാവ്. ഇവിടെ നിന്റെ അകത്തിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ആത്മാവുണ്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് ഏറ്റവും ഇസഡ് മേഖലയ്ക്കകത്ത് ഒളിഞ്ഞും പതുങ്ങിയും പാത്തുപിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ആത്മാവുണ്ടെങ്കിൽ അത് പരിശുദ്ധ ആത്മാവാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇരിക്കുന്നു. വായിച്ചേ. രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവന് ഇത് ഒന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. അത് ഒരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ക്രിസ്ത്യാനിയായി തീരാൻ നീ അല്പം കൊണ്ട് എന്നെ സമ്മതിപ്പിക്കുകയാണോ? അടുത്ത വരി. അതിന് പൗലോസ് നീ മാത്രമല്ല ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും. നിങ്ങൾക്കിത് ഭ്രാന്തെന്ന് തോന്നും, പക്ഷേ
ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും, അടുത്ത വരി, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ, ഈ ചങ്ങല ഒഴികെ. ഏത് ചങ്ങല? ഇയാളെല്ലാം ഇപ്പോഴും ചങ്ങലയാ. ചങ്ങലക്കകത്ത് സന്തോഷമാണ്. ഞാൻ ഇന്ന് രാവിലെ ഏതൊരു ഭാഗം വായിച്ചപ്പോൾ അതിനകത്ത് കിടക്കുന്നത് സ്വത്രം ചങ്ങലക്കകത്താണ്, ബുദ്ധിമുട്ടിനകത്താണ്. അപ്പോസ്തലന് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ. ഓ ദൈവത്തിന് സ്വത്രം, ഹല്ലേലൂയ. ചങ്ങലക്കകത്താണ്, ബുദ്ധിമുട്ടിനകത്താണ്, പാദത്തിന്റെ അകത്താണ്. ഇവിടെ പാദം കുമ്പിടുന്നു ഞാൻ. ഹല്ലേലൂയ. നോക്കിയേ, ഇവിടെ തകർക്കാൻ പറ്റിയോ? തകർക്കാൻ പറ്റില്ല. അടുത്ത വരി വായിച്ചേ. ഈ ചങ്ങല ഒഴികെ, ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം, എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത്, അപ്പോൾ രാജാവും ദേശാധിപതിയും മതി. ഹല്ലേലൂയ. വീണ്ടും 2 കൊരിന്ത്യർ 12:2 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 2 മുതൽ ഒന്ന് വായിച്ചേ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. കണ്ടോ? ദർശനം കണ്ടു, കൃപ കണ്ടു. അയാൾ കർത്താവ് 3-ാം സ്വർഗ്ഗത്തെ എടുത്തുകൊണ്ട് പോകുന്ന കാര്യം പറയുകയാണ്. കണ്ടോ? വായിച്ചേ. കണ്ടോ? ഒതുക്കാൻ നോക്കും തോറും ശക്തിക്ക് മീതെ ശക്തി ധരിച്ച്, ബലത്തിന്റെ മീതെ ബലം ധരിച്ച്. അപ്പോസ്തലനോട് ചോദിച്ചു നോക്കിയേ, അപ്പോസ്തല എന്താണ് ഇതിനൊക്കെ കാരണം? അപ്പോസ്തലൻ പറയും, ഹല്ലേലൂയ, ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. ഞാനല്ല, എൻ്റെ കഴിവുകളും എൻ്റെ ജ്ഞാനവും എൻ്റെ ബുദ്ധി മരിച്ചു. ഞാനല്ല. ഓ റോമർക്ക് ലേഖനം 7-ാം അധ്യായത്തിൽ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് കരഞ്ഞു, എന്നാൽ എന്നെ രക്ഷിപ്പാൻ എൻ്റെ യേശു ഇറങ്ങി. ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. എൻ്റെ യേശു എന്നിൽ ജീവിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാനല്ല, എന്നിൽ എൻ്റെ യേശു ജീവിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ജീവിക്കുന്നു. അടുത്ത വാക്യം വായിച്ചേ. അവൻ 14 സംവത്സരം മുമ്പേ. കണ്ടോ? അതുകൊണ്ട് ഒരിടത്തും അയാളെ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. അയാൾ പറയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, എന്നെ അന്ത്യം വരെ നടത്താൻ ഈ ദൈവം മതിയായവനാണ്. ദുഃഖത്തിൽ സന്തോഷിക്കുന്ന കൃപയാണ് അയാളുടെ അകത്ത് പകർന്നിരുന്നത്. ആമേൻ. നിന്നയിൽ സന്തോഷിക്കുന്ന, പരിഹാസത്തിൽ സന്തോഷിക്കുന്ന, ഒറ്റപ്പെടലിൽ സന്തോഷിക്കുന്ന കൃപ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഞാൻ വായിച്ചു കേട്ട വാക്യം നേരത്തെ കേട്ടില്ലേ? ഹല്ലേലൂയ. അവിടെയും ദുഃഖത്തിനകത്ത് സന്തോഷം നിറഞ്ഞ് കവിയുന്നെന്ന്. ഹല്ലേലൂയ. എത്രയൊക്കെ അതിന് പറ്റുന്നുണ്ട് സ്നേഹിതരെ? നമ്മൾക്കതിന് പറ്റുന്നുണ്ടെന്ന് നോക്കിയേ. ആമേൻ. വീണ്ടും അടുത്ത വാക്യം വായിച്ചു. ഇപ്പൊ വായിച്ചതിന്റെ അടുത്ത വാക്യം. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. അടുത്ത, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല. രോഗിയെ സൗഖ്യമാക്കിയല്ല, പ്രസംഗിച്ചത് മാത്രമല്ല. നോക്കിയേ, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഈ പ്രാർത്ഥന മനുഷ്യൻ ചവിട്ടിയാൽ ആ പട്ടണം അടഞ്ഞു കിടക്കും. പക്ഷേ ദൈവത്തിൻ്റെ കൃപ അയാളുടെ അകത്ത് നിറഞ്ഞൊഴുകുന്നത് കൊണ്ട്, അയാൾ ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ആ പട്ടണത്തിലെ പിശാചിൻ്റെ മണ്ഡലം പൊട്ടി ആ ഡോർ യേശുവിനായി തുറക്കും. ഇന്ന് ഇതിനകത്ത് ചില മക്കളുടെ മേലും അസാധാരണമായി ദൈവശക്തിയെ പകരം കർത്താവ് വന്നിട്ടുണ്ട്. രാജാവ് ദൂതന്മാരുടെ നടുവിൽ സർവ്വ സൈന്യാധിപനാകുന്ന യേശു ക്രിസ്തു ഈ ആലയത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. എഫെസോസ് പട്ടണത്തിൽ ഇറങ്ങി കർത്താവ് ആ ശത്രുവിന്റെ പൂട്ടുകളെ തുറന്ന് ആ പട്ടണം ക്രിസ്തുവിൻ്റെതായി മാറി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? കൊരിന്ത് പട്ടണത്തിനകത്ത് ഇറങ്ങി, കൊരിന്ത് പട്ടണത്തിൽ ശത്രു പൂട്ടിയ കെട്ടങ്ങ് പൊട്ടി. നിങ്ങൾക്ക് മനസ്സിലായോ? പട്ടണം പിടിക്കപ്പെട്ടു. ആരുടെ കയ്യിൽ? ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ, മകളെ, നമ്മുടെ മേലെ ഒരു ശക്തി ദൈവം തരികയാണ്, ഒരു കൃപയെ ദൈവം തരികയാണ്. നമ്മൾ ഒതുങ്ങിക്കൊടുക്കുമ്പോൾ, നമ്മൾ കർത്താവിൽ മറഞ്ഞിരിക്കുമ്പോൾ, ദൈവം നമ്മളിൽ നിറഞ്ഞ് ദൈവം ചെയ്യേണ്ടത് അങ്ങ് ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തിയിൽ നിറഞ്ഞ് ഈ മനുഷ്യ ശക്തിക്ക് മീതെ ശക്തി ധരിക്കാൻ തുടങ്ങി. പട്ടണങ്ങൾ പിടിച്ചടക്കുകയല്ല, കർത്താവിനെ ഉയർത്തുകയല്ല, കോട്ടകളെ പിടിച്ചടക്കുകയല്ല, ദേശങ്ങളെ പിടിച്ചടക്കുകയല്ല, സഭ മാത്രം സ്ഥാപിക്കുകയല്ല, മരിച്ചവനെ ഉയർപ്പിക്കുകയല്ല, ഭൂതങ്ങളെ പുറത്താക്കുക മാത്രമല്ല ചെയ്തത്. പിന്നെയോ ഇതാ ഇപ്പോ സ്വത്രം ദർശനങ്ങൾ, വെളിപ്പാടുകൾ കാണുക മാത്രമല്ല, ലേഖനങ്ങൾ എഴുതുക മാത്രമല്ല, സ്വർഗത്തിൽ കയറിപ്പോകുവാനും ദൈവം ഒരു ഭാഗ്യം. വായിച്ചേ. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. മനുഷ്യൻ പറഞ്ഞതെല്ലാം കേട്ടോണ്ട് ഈ മനുഷ്യൻ നിന്നെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നോ? ഇല്ലായിരുന്നു. പോകാൻ പറ്റുന്നു. പിശാച് പറഞ്ഞ് കേട്ടോണ്ടിരുന്നെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നോ? ഇല്ലായിരുന്നു. നഷ്ടം വേറെ ആക്കുമില്ല. നഷ്ടം ആർക്കാ? പറഞ്ഞ് തള്ളിയിടാൻ നോക്കും, നഷ്ടം വേറെ ആക്കും. നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോസ്തല ആൾക്കാർ പറഞ്ഞ കേട്ട് പിന്മാറിയിരുന്നെങ്കിൽ സ്വത്രം നഷ്ടം അയാൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്മാറാൻ പറ്റുന്ന ഒരു ആത്മാവല്ല അയാളുടെ അകത്ത് ഇറങ്ങിയത്.
അടുത്ത വരി വായിച്ചേ. ആ, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, അടുത്ത്. ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, അടുത്ത്. ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു. അടുത്ത്. ആ മനുഷ്യൻ പർദീസയോളം ആ എടുക്കപ്പെട്ടു. മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. അടുത്ത്. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, അടുത്ത വരി. ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു. അടുത്ത്. മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും. നോക്കിയേ, അവിടുത്തെ ഭാഷയാ. മനുഷ്യന്, സ്വർഗത്തിലെ ഭാഷ, മനുഷ്യന് ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞു കൂടാത്തതുമായ വാക്കുകളെ, പറഞ്ഞു കൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ഓ, അവൻ എന്ന് പറയുന്നത് ഇയാളെ തന്നെയാണ്, പക്ഷെ ഇയാളെ വെളിപ്പെടുത്തിയില്ല. കണ്ടോ, കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അടുത്ത വരി. അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. കണ്ടോ, ആരെ കുറിച്ച് പ്രശംസിക്കും? എന്റെ ദൈവത്തെ കുറിച്ച്. അടുത്ത വരി. എന്നെ കുറിച്ചോ, എന്നെ കുറിച്ചോ, എന്റെ ബലഹീനതകൾ അല്ലാതെ. കണ്ടോ, എന്നെ കുറിച്ച് ഞാൻ പ്രശംസിക്കില്ല. ഹല്ലേലൂയ. പൊങ്ങച്ചം, പൊങ്ങച്ചം കർത്താവിന്റെ കൃപയിലൂടെയാണ് നമ്മളെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃപ നടത്തുന്ന കാര്യം നമുക്ക് പറയാം. കൃപയാൽ. ഹല്ലേലൂയ. പൊങ്ങച്ചം കാണിക്കല്ലേ. ഹല്ലേലൂയ. എനിക്ക് നിൽക്കും പറ്റും, ഞാൻ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നരുത്. വീഴ്ച ഉറപ്പാ. കർത്താവ് കൃപയാൽ നിർത്തുന്നു എന്ന് പറഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ബലഹീനകൾ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഇല്ല. അടുത്ത്. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂടനാകുകയില്ല. മൂടനാകുകയില്ല. സത്യമല്ലോ പറയുന്നത്. കേട്ടോ, എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ വരും കർത്താവിനെ കാണിച്ചതും കർത്താവ് കാണിച്ചു കൊടുത്തതൊക്കെ അറിയാതെ വരും. എങ്കിലും ഞാൻ മൂടനാകത്തില്ല. പിന്നെ അങ്ങനെ വലിയൊരു പൊങ്ങച്ചല്ല ഞാൻ പറയുന്നത്, കർത്താവിന്റെ നാമ മഹത്വത്തിനായിട്ടാണ്. അടുത്തവർ വായിച്ചേ. എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെ കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് നിരൂപിച്ചു കളയും. ചിലര് അങ്ങ് നിരൂപിച്ചു പോവും, അറിയാതെ പോവും. പക്ഷെ സത്യത്തിൽ ആ മനുഷ്യൻ്റെ അകത്ത് ഒന്നുമില്ലായിരുന്നു. പക്ഷെ പലരും ഒക്കെ നിരൂപിക്കും, ആവശ്യമില്ലാത്ത നിരൂപിക്കും. കണ്ടോ, നിരൂപിക്കും. അടുത്ത വരി. എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. അടങ്ങുന്നു. അടുത്ത്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനെ എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ഓ, സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിനെ ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. കണ്ടോ, ഈ പ്രയാസം മാറി എന്നല്ല, അവനെ അതങ്ങനെ വെച്ചോണ്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞു. കണ്ടോ, എന്റെ കൃപ. മക്കളെ, ഇതിനകത്ത് എന്റെ കൃപയുണ്ടെങ്കിൽ നീ ഓടും. അടുത്ത വരി. കൃപയിലകത്താണ്, കർത്താവിന്റെ കൃപയിലാണ് നമ്മൾ പോകുന്നത് പൈതലെ. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അടുത്ത വരി. എന്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. എന്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ശക്തിയാണ്, നീ പേടിക്കണ്ട. അടുത്ത വരി. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ. ബലഹീനതകൾ സന്തോഷിക്കുന്നു. നമ്മൾക്ക് ആർക്കെങ്കിലും ബലഹീന സന്തോഷം വരുമോ? ഭയങ്കര സങ്കടവും ദുഃഖവും കരച്ചിലും അല്ലാതെ നമ്മുടെ അകത്ത് ഈ ഒരു വരി ഉണ്ടോ നോക്കിയേ. ദൂരെ കൂടെ ഒരു കാറ്റടിക്കണ്ട, അയ്യോ പോയെന്ന് പറയും. ശരിയല്ലേ? ഈ അപ്പോസ്തലൻ പറയുന്നു. ഒന്നുകൂടെ വായിച്ച ആ വരി. എന്റെ ശക്തി ബലഹീനൽ തേഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിനെ ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. അടുത്ത്. അതുകൊണ്ട് എങ്ങനെ പ്രശംസിക്കും? സന്തോഷത്തോടെ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കണ്ടോ, ഇഷ്ടപ്പെടുന്നു. നമുക്കിതൊന്നും ഇഷ്ടമില്ല. നമ്മളൊരു അയ്യോ തളർന്നു, അയ്യോ ഞാൻ കുറച്ച് ദൂരം വിസിറ്റ് ചെയ്ത് ഞാൻ തളർന്നു, അയ്യോ ഞാൻ ഇന്നടുത്ത് പോയി, ഞാൻ ക്ഷീണിച്ചു പോയി, അയ്യോ ഞാൻ കുറച്ച് നേരം ട്രാക്ടർ കൊടുത്തു, ക്ഷീണിച്ചു പോയി എന്ന് നമ്മൾ പറയൂലേ. അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? അടുത്ത് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചാ വരി. അതുകൊണ്ട് കയ്യേറ്റം, അടി കിട്ടി. നമ്മൾ പറയും ഒരു വാക്ക് പോലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, പിന്നെയാണ് അടി. എൻ്റെ പൊന്നെ, എന്തിനടി? ഒറ്റ വാക്ക് നമുക്ക് പറയേണ്ട. ആരെങ്കിലും പറഞ്ഞാൽ അവരറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആരെങ്കിലും കള്ളത്തനം പറഞ്ഞാലും മതി, നമ്മൾ അപ്പം വീഴും. ഈ മനുഷ്യൻ പറയുന്നു ബലഹീനത, അടുത്ത് കയ്യേറ്റം, അടുത്ത് ബുദ്ധിമുട്ട്, അടുത്ത് ഉപദ്രവം, അടുത്ത് ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ നോക്കിയേ, ബൈബിളിൽ ഇതുകൊണ്ട് എന്നിവ സഹിപ്പാൻ അപ്പോസ്തലൻ എന്ത് ചെയ്യുന്നു എന്ന് അയാൾക്ക് ഇഷ്ടമെന്ന്. നോക്കിയേ, ഇതൊക്കെ ആരെങ്കിലും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അടുത്ത വരി. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. ഓ, നിങ്ങൾ എത്ര പേര് പറയും എൻ്റെ ഈ ബലഹീനതയിലും എൻ്റെ അപ്പൻ്റെ ശക്തി എൻ്റെ അകത്തുണ്ട്? പറ.
ധൈര്യത്തോടെ പറ, എൻ്റെ ബലഹീനതയിലും എൻ്റെ അപ്പൻ്റെ ശക്തി എൻ്റെ അകത്തുണ്ട്, അതുകൊണ്ട് തകർക്കാൻ കഴിയത്തില്ല. ഒരു വാക്യം കൂടെ വായിക്കാം. 2 തിമോഥെയോസ് 4:1 മുതൽ 8 വരെ ടക്കന വായിച്ചിട്ട് 2 തിമോഥെയോസ് 4:6-7 വായിച്ചേ. ഒന്ന് ആദ്യം ഇത് വായിച്ചേ, 4:6-7 വായിച്ചേ. 2 തിമോഥെയോസ് 4:6-7. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. അവസാനം അപ്പോസ്തലൻ മരിക്കാറായി. അതുവരെ ആർക്കും ഒരുപാട് പ്രതിസന്ധി ഇട്ട് ഇയാളെ വിശ്വാസത്തെ തകർക്കാൻ നോക്കി, ഇവരുടെ പ്രാർത്ഥനയെ തകർക്കാൻ നോക്കി, ഇയാളുടെ ശുശ്രൂഷ തകർക്കാൻ നോക്കി. ശിഷ്യന്മാരെല്ലാവരും ആരും അംഗീകരിച്ചില്ല, തള്ളി മാറ്റി. സ്തോത്രം, കൃപ പ്രാപിച്ചിട്ട് പോലും ആരും അംഗീകരിച്ചില്ല. എന്നാൽ ദൈവം അയാൾ അംഗീകരിച്ചു. അവസാനം വരെ ദൈവത്തിൽ പറ്റി ജീവിച്ചു. ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞു. എന്നാൽ അവസാനം വരെയും മരണം വരെ മരണപര്യന്ത വിശ്വസ്തനായിരിക്കാൻ എന്നാൽ ജീവകിരീടം ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. മരണം വരെ ആർക്കും തടഞ്ഞു വയ്ക്കാൻ പറ്റിയില്ല. കൃപയോടെ ഓടി, ശക്തിയോടെ ഓടി, പാപത്തെ ജയിച്ച് കൃപയിൽ ജീവിച്ച് ഓടി. സ്തോത്രം, ക്രിസ്തുയേശുവിൽ ഓടി, സംസാരിച്ച ക്രിസ്തുയേശുവിൽ, പ്രശംസ ക്രിസ്തുയേശുവിൽ, നോക്കിയത് ക്രിസ്തുയേശുവിൽ, നടന്നത് ക്രിസ്തുയേശുവിൽ. പൈതലേ, നീ യേശുവിനെ കണ്ടാണ് ഇറങ്ങിയതെങ്കിൽ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. വായിച്ച വാക്യം വായിച്ചേ. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ഇപ്പോൾ തന്നെ പാനീയയാഗം ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. നിര്യാണകാലം അടുത്തു. ഞാൻ നല്ല പോർ പൊരുതു. ഓട്ടം തികച്ചു. വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എല്ലാം തികഞ്ഞുകൊണ്ടിരിക്കുക. അടുത്തതാ സ്വത്രം വരികയാണ്. അന്ന് അപ്പോസ്തലനെ പിടിച്ചോണ്ട് പോവുകയാണ് കൊല്ലാൻ വേണ്ടി. അവസാനം കൊണ്ടുപോകുമ്പോൾ ചങ്ങലയിട്ടാ കൊണ്ടുപോകുന്നേ. മനുഷ്യനെ കൊല്ലാൻ പോകുമ്പോൾ ആരെങ്കിലും തല നിവർത്തി പോകുന്നവരുണ്ടോ സഹോദരങ്ങളില്ല. പേടിച്ച് പോകും. എന്നാൽ ക്രിസ്തുവിൻ്റെ ഭടൻ തല ഉയർത്തിപ്പിടിച്ച് നെഞ്ച് വിരിച്ചു വെച്ച് ആർക്കു വേണ്ടി മരിക്കാൻ പോയാ? സ്തോത്രം. ക്രിസ്തുവിനൊരു പട്ടക്കുതിരയായി ജീവിച്ചവൻ. മരണമെന്ന ഭയം പൊട്ടിച്ചു ദൈവം, പേടി പൊട്ടിച്ചു. കാരാഗ്രഹത്തിന് അടിത്തട്ടിൽ നിന്ന് അപ്പോസ്തലനെ ചങ്ങലകളാൽ ബന്ധിച്ച് വലിയൊരു ജനക്കൂട്ടം വന്ന് കൂടുന്നിടത്തുകൂടെയാണ് അപ്പോസ്തലനെ കൊണ്ടുപോകുന്നത് കൊല്ലാൻ. ജനക്കൂട്ടം മുഴുവൻ, ഞാനിത് പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ, ജനക്കൂട്ടം മുഴുവൻ കൂടി നിൽക്കുമ്പോൾ അപ്പോസ്തലൻ കമന്ന് താണ് വീണ് പോയെന്നല്ല, പിന്നെ ശങ്കുറപ്പോടെ അർത്ഥം എന്താ? തല നിവർത്തി മരണത്തിന് വേണ്ടി പോകാൻ അർത്ഥം എന്താ? ഇപ്പൊ എനിക്ക് എൻ്റെ യേശുവിനെ കാണാമല്ലോ. അന്ന് ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടപ്പോ അവിടെ നിന്ന് എൻ്റെ അപ്പച്ചൻ ഇനി പറഞ്ഞു വിട്ടു, ഇനി എനിക്ക് ഇവിടെ കഴിഞ്ഞിട്ട് നേരെ അവിടെ അങ്ങ് ചെല്ലാലോ. എൻ്റെ വേല തികച്ചല്ലോ, എൻ്റെ അപ്പനെ കാണാമല്ലോ. ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് കണ്ടു, ആരാധിച്ചു, സ്തുതിച്ചു, ഇനി എനിക്ക് മുഖാമുഖമായി കാണാമല്ലോ എന്നുള്ള ചങ്കൊടുത്തോടെ തലയുറപ്പോടെ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് കിരീടത്തിന് വേണ്ടി ആ മരണത്തിന്റെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ചിരഛേദം ചെയ്യുമ്പോൾ ക്രിസ്തുവിനായിട്ട് നിന്നു. രക്തസാക്ഷി എന്ത് ചെയ്തു? ഞാൻ വ്യക്തമായിട്ട് പ്രസംഗിച്ചു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. രക്തസാക്ഷിയായിട്ട് ആര് മരിച്ചു? അപ്പോസ്തലൻ മരിച്ചു. ആരംഭത്തെക്കാൾ അവസാനം ഭയങ്കരമായിരുന്നു. ഹല്ലേലൂയ. 2 തിമോഥെയോസ് 4:10 വായിക്കുമ്പോൾ, വായിച്ചേ, 2 തിമോഥെയോസ് 4:10 വായിക്കുമ്പോൾ അതിനകത്ത് വായിച്ചേ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിൽ പോയി. ക്രെസ്കസ് ഗലാത്യയ്ക്കും തീത്തോസ് ദിൽമാത്യയ്ക്കും പോയി. കണ്ടോ, ചിലരൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൂടെ നിന്നിട്ട് അവരൊക്കെ പിന്മാറി, അവരകന്നു പോയി, ലോകത്തിലോട്ട് പോയി. എന്നാൽ കൃപ പ്രാപിച്ചു പോയില്ല. കണ്ടോ, ആരംഭം കൊള്ളാം. ഇനിപ്പോൾ എങ്ങനെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വരവിൽ നമ്മൾ എങ്ങനെയായിരിക്കും? കർത്താവിനോടൊപ്പം കയറി പോകുമോ? കൃപയ്ക്ക് മീതെ കൃപ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ? അതോ വീണു പോകുമോ?